നമസ്കാരം. ഞാൻ നമസ്തേ ലക്ഷ്മികാന്ത്. ഇന്ന് ശ്രീധരൻ. നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാന്യനായ ശ്രീധരൻ നമ്പൂതിരി തിരുമേനിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. എങ്കിലും ചുരുക്കത്തിൽ പറയാം. ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ, സൈക്കോളജിസ്റ്റും താന്ത്രികനും ശ്രീവിദ്യ ഉപാസകനും സാധാരണ ജനങ്ങളിൽ ശ്രീവിദ്യ എത്തിക്കുന്ന ഒരു വ്യക്തിയുമാണ് നമ്മുടെ മുന്നിലുള്ള അതിഥി. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കേൾക്കാനുമുണ്ട്. നമസ്കാരം തിരുമേനി. നമസ്തേ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഒരുപാട് സ്പീച്ചുകൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. എന്താണ് അങ്ങേക്ക് ശ്രീവിദ്യയെക്കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളോട് പറയാനുള്ളത്? എന്തായാലും ഇങ്ങനൊരു കാര്യത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് എവിടെ സംസാരിക്കാൻ അവസരം കിട്ടുന്ന മഹാഭാഗ്യമായി കരുതുന്നു. വിശേഷം ശ്രീവിദ്യയെക്കുറിച്ച്, തന്ത്രത്തെക്കുറിച്ചും ഒക്കെ. ശ്രീവിദ്യ പദ്ധതി എന്ന് പറയുന്നത് താന്ത്രികമായിട്ടുള്ള ഭാരതത്തിലെ താന്ത്രികമായ ഉപാസന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ശ്രീവിദ്യ. ദശമഹാവിദ്യകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യയാണ് ശ്രീവിദ്യ. ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ വിധത്തിലുള്ള ഏതൊരു വിധത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഉള്ള സൊല്യൂഷൻ ശ്രീവിദ്യയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിലൂടെ നമ്മുടെ സനാതനധർമ്മത്തിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചു വരുന്നത്. അങ്ങയുടെ തപോവൻ മെഡിറ്റേഷൻ സെന്റർ, അതിന്റെ ഡയറക്ടർ കൂടിയാണത് അങ്ങ്. അതിനെ കുറിച്ചിട്ട്, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് കൂടുതലൊന്ന് പറയാമോ? നമ്മൾ ചെയ്യുന്ന സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമുക്ക് തന്നെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മനുഷ്യരാശിയിൽ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കറ്റത് കൈയളവ്, കയ്യാത്തത് ഉലകളവ് എന്ന് പറയും. അതായത് കിട്ടിയത് കൈപ്പിടിയോളവും കിട്ടാത്തത് ലോകത്തിന്റെ അത്രയും വലുതാണ് ലിപ്പുണ്ട് കിട്ടാത്തത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനോ കറക്റ്റായിട്ട് ഇതിനെ ഒന്ന് മനസ്സിലാക്കാനോ പറ്റുന്ന സാഹചര്യങ്ങളില്ലാതെ, കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ആളുകളും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കാന്ന് പറയുന്നു, അല്ലെങ്കിൽ ചെയ്യാന്ന് പറയുന്നു. പക്ഷെ പലപ്പോഴും അങ്ങനെ ഉണ്ടാവുന്നില്ല. നമുക്ക് കുറെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവത്തില്ല. പക്ഷെ കൂടുതലും അറിയാൻ വയ്യാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് പണ്ട് പോലെ നമ്മൾ റിസർച്ച് ചെയ്യുകയും ഈ കാര്യങ്ങളിൽ ഒന്നിന്റെ ഒരു വക്താവൊന്നും അല്ലാതെ നമ്മൾ ഓപ്പൺ മെന്റാലിറ്റിയോട് കൂടി പുതിയതും പഴയതുമായ എല്ലാ കാര്യങ്ങളെ കുറിച്ചും റിസർച്ച് ചെയ്യും. അതിന് കൃത്യമായ രീതിയിൽ ക്ലബ് ചെയ്തിട്ട് കൃത്യമായ ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൂടെ ഒരുപാട് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്ത് ഈ പറയുന്ന ലൈഫ് ബെറ്റർ ആക്കി മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ അടുത്തയിടെ കേൾക്കുവാനിടയായി, അങ്ങ് ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് അങ്ങയുടെ ഈ പ്രവർത്തനങ്ങൾ, ശ്രീവിദ്യാ ദീക്ഷ, ഉപാസന തുടങ്ങിയ പ്രക്രിയകൾ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മെഡിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളും ഒരുപാട് വ്യാപിക്കുന്നുണ്ട്. എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിൽ ഇതിനോടുള്ള ഒരു വരവേൽപ്പ്? വളരെ താല്പര്യമായിട്ടാണ് ആളുകൾ എടുക്കുന്നത്. ഓൺലൈനിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് വിദേശത്തുള്ള കാര്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും നമുക്ക് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഭാരതത്തിന്റെ ഈ ഒരു പദ്ധതി ഒരു സൊല്യൂഷനായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ അത് കാര്യമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തിൽ ഒരുപാട് മുന്നേറി വരികയും ചെയ്യുന്നുണ്ട്. അതിനകത്തിൽ മതവും ഒന്നുമില്ലാതെ തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും കാര്യമായി ഇത് പഠിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. മനുഷ്യരല്ല എല്ലാവരും. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകും. ഒരു സാധാരണ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീവിദ്യ വളരെ ഗുഹ്യമായിട്ടുള്ള, വളരെ രഹസ്യമായിട്ടുള്ള ഒരു വിദ്യയാണ്. അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുള്ളത്. അങ്ങയുടെ പല സ്പീച്ചുകളിൽ നിന്നും വ്യക്തമാകുന്നത് ആഗ്രഹമുള്ളവർക്ക്
അഥവാ ആഗ്രഹമുള്ളവർ അതിന് യോഗ്യരാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനെ ഒന്ന് വിശദീകരിക്കാമോ? നല്ല ക്വസ്റ്റ്യൻ. അതായത് അത് പലപ്പോഴും ശ്രീവിദ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് രഹസ്യവിദ്യയാണ്. നമുക്കറിയാം ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ, മൂകാംബിക, ചെറ്റുകുളങ്ങര പോലുള്ള പ്രധാനപ്പെട്ട ശക്തി സങ്കേതങ്ങളിലെല്ലാം ശ്രീവിദ്യ പദ്ധതിയാണ് അടിസ്ഥാനപരമായിട്ട് പോകുന്നത്. അവിടെ ശ്രീചക്രം ഇരിപ്പുണ്ട്, പട്ടിട്ട് മറച്ചിട്ടിരിക്കും. അഭിഷേക സമയത്ത് പോകുമ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം ശ്രീചക്രം തൊഴാനും പറ്റും. അപ്പം ഈ പവറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രീവിദ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രഹസ്യവിദ്യയാണ്. പവർ അർഹതയില്ലാത്തതായി കിട്ടിയ അപകടമാണെന്നുള്ള അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്തുകൊണ്ടാണ് ഇത് നമ്മളൊക്കെ ഓപ്പൺ ആയിട്ട് വീഡിയോസിലൊക്കെ വന്ന് പറയേണ്ടി വരുന്നത് എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മൾ നേരിടാറുണ്ട്. അതിന് കാരണം അത്രേ ഉള്ളൂ. ഇത് ഇന്ന് ഒരുപാട് ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ തെറ്റായ രീതിയിൽ പണം സമ്പാദിച്ചതിന് വേണ്ടി ഈ പദ്ധതിയെ ഉപയോഗിക്കുന്നതായിട്ട് നശിപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആളുകൾക്ക് കോമൺ ആയിട്ട് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പോയി അവസരപ്പെടുന്നതെന്ന് മനസ്സിലായത്. ഞങ്ങളുടെ കൂട്ടുള്ളവരുടെ കടമയാണ്, എന്റെ കൂട്ടുള്ളവരുടെ കടമയാണ് ഇത്. യഥാർത്ഥത്തിൽ എന്താണ് ശ്രീവിദ്യ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ളത് ബോധ്യപ്പെട്ടു. ഒന്ന്, വരുന്ന എല്ലാവർക്കും നമ്മളങ്ങ് കൊടുക്കുക എന്നുള്ളതല്ല അതിന്റെ ഒരു ഉദ്ദേശം. നമ്മൾ ആഗ്രഹിച്ചു വരുന്ന ആളുകൾക്ക് എല്ലാം ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എൻട്രി നമ്മൾ കൊടുക്കും. കാരണം ദേവി ഇപ്പോൾ ഒരാളുടെ കുടുംബസ്വത്തോ സ്വകാര്യ സ്വത്തോ ഒന്നുമല്ല, ഈശ്വരൻ എന്ന് പറയും. അത് പിടിച്ചു വെച്ചിട്ടും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നല്ലാതെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. അറിയാവുന്ന ആളുകൾ പിടിച്ചു വെച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് കിട്ടാതെ പോയിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല അറിവുകൾ ഭാരതത്തിലെ. അപ്പോ ഇതങ്ങനെ നമ്മൾ പിടിച്ചു വെക്കാതെ അടുത്ത ജനറേഷൻ നമ്മൾ പോകുമ്പോൾ ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തും ഇത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നവർക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ ആളുകൾ ചോദിക്കും ഇത് ഇയാൾ ഈ വീഡിയോയിൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവരോട് ഇത് ചോദിക്കും. അപ്പൊ ഈ പറ്റിക്കുന്ന പരിപാടി നടക്കാത്തില്ല എന്നുള്ളത് കൊണ്ട് ഓപ്പൺ ആക്കുന്നു. 3, എല്ലാവർക്കും ഓപ്പൺ ആക്കുന്നില്ല, അങ്ങനെയല്ല. നമ്മൾ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആദ്യത്തെ എൻട്രി ലെവലിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു, താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. അതിനുശേഷം അപ്പൊ ഇവരുമായിട്ട് നമുക്കൊരു ബന്ധം വരികയും ഇവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഇവരെങ്ങോട്ട് പോകുന്നു, ഇവരുടെ ഗുണങ്ങൾ, തത്വ സമസ്യയിലെ ഗുണങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, അത് സാത്വികമാണോ അല്ലെങ്കിൽ അപകടകരമാണോ എന്നുള്ള അർഹത ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങനെ വരുമ്പോഴേ അറിയാൻ പറ്റും. പണ്ട് കാലത്ത് ഒരു ശിഷ്യൻ ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോടൊപ്പം ഗുരുകുല സമ്പ്രദായമാണ് താമസിച്ച് കുറെ നാൾ അദ്ദേഹത്തെ പരീക്ഷിച്ചിട്ട് ഒക്കെയാണ് ഇയാളെ പഠിച്ചിട്ടാണ് ഈ വിദ്യ കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ കൊടുക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല, അത് പോസിബിൾ അല്ല. അപ്പൊ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ആഗ്രഹമുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് അവരുടെ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം യഥാർത്ഥത്തിലുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളത് അത് വളരെ കറക്റ്റുമാണ്. കാരണം ഇവിടെ ചില ആൾക്കാരൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് അവർ വലിയ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി, പക്ഷെ അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, അപ്പം നിങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളെ പറഞ്ഞില്ല. അതെങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നത്? നിങ്ങളിങ്ങനെയല്ലേ ചെയ്യാം, നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളത് അത് തെറ്റിദ്ധരിക്കുന്ന കാര്യമില്ല. അങ്ങനെയല്ല, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ളവർക്ക് ഇത് സത്യസന്ധമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിലേക്കും ഗുണകരമായിട്ട് എനിക്കും സൊസൈറ്റിക്കും മറ്റുള്ളവർക്കും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളിലേക്കാണ് കൂടുതലായിട്ട് ഇത് ഗൈഡൻസ് ചെന്ന് ചേരുന്നത് എന്നുള്ളത്. നമ്മളൊരു ഉപകരണം എന്നുള്ള ഈശ്വരൻ അവരെ അങ്ങനെയാണ് എത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മറ്റൊന്ന്, ഒരു കൗൺസിലർ കൂടിയായിട്ടുള്ള എനിക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന വിധം ഒരുപാട് അനുഭവങ്ങൾ അങ്ങയോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അങ്ങൊരു സൈക്കോളജിസ്റ്റാണ്, ഇപ്പോൾ സൈക്കോളജിയിൽ തന്നെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങയുടെ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ അറിവുകൾ താന്ത്രികവുമായിട്ട് അല്ലെങ്കിൽ ഭാരതീയ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങ് അവതരിപ്പിക്കുമ്പോൾ ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണം അല്ലെങ്കിൽ പരിഹാരം, ഇത് രണ്ടുമല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ള ഒരു സൊല്യൂഷൻ ആണ് അങ്ങ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അത് വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഒരു പേഷ്യൻസിനെന്നോ അല്ലെങ്കിൽ അങ്ങയുടെ കൗൺസിലിംഗ് സേവനങ്ങൾ
സ്വീകരിക്കുന്നവർക്കും അനുഭവപ്പെട്ടതായിട്ട് ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുമുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഈ രണ്ട് ശാസ്ത്രങ്ങളെയും ഒത്തുചേർന്നുകൊണ്ട് അങ്ങ് എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് മനുഷ്യ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് എന്നൊന്ന് പറയാമോ? അത് പ്രധാനമായിട്ടും അതിനകത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാരതീയമായ ചിന്താധാരകളെ കുറിച്ചുള്ള ഒരു ധാരണയിൽ നിന്നാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. കാരണം പാശ്ചാത്യ സൈക്കോളജിയിൽ നമുക്ക് മനസ്സ് എന്ന് പറയുന്നത് മനസ്സിനെ മാത്രമേ നമ്മൾ ഹാൻഡിൽ ചെയ്യൂ. നമ്മൾ സാധാരണ മനസ്സെന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡ്, അതിനെ മാത്രമാണ് ശരിക്കും മനഃശാസ്ത്രത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിവില്ലാത്തതെല്ലാം കൂടെ അതിനകത്ത് അങ്ങ് പെടുത്തുകയാണ് ചെയ്യുന്നത്. കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് ആൻഡ് പ്രീ കോൺഷ്യസ് അൺകോൺഷ്യസ് ഒക്കെ ഉണ്ടെങ്കിലും സിമ്പിളായിട്ട് നമ്മൾ പറയാം കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. അതിൽ കോൺഷ്യസ് മൈൻഡ് ഈ കാണുന്ന നോർമൽ മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ബാക്കി എന്തൊക്കെയാണ്, ബാക്കി അറിയാൻ വയ്യാത്തതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളുന്നു. നമ്മുടെ വലിയൊരു അറിവില്ലായ്മയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നത് ചുരുക്കി പറഞ്ഞു. എന്നാൽ ഭാരതത്തിൽ ഇതിനെ പിന്നെയും തിരിച്ച് ക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഭാരതീയമായ രീതിയിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും. ഭാരതത്തിൽ ഇതിനെ കോൺഷ്യസ് സബ് കോൺഷ്യസ് എന്ന് തിരിക്കുന്നതിന് പകരം നമ്മുടെ ഈ ഫിസിക്കൽ വേൾഡ് അന്നമയ ശരീരമെന്നും മാനസികമായ ലോകത്തെ മനോമയ ശരീരമെന്നും മനോമയ പ്രാണമയ കോശം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ സബ് കോൺഷ്യസ് എന്ന് നമ്മൾ നോർമലി സൈക്കോളജിയിൽ പറയുന്ന പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം. അതായത് നമുക്ക് ഊർജം ഉണ്ടാകും, ഉപബോധ മനസ്സിൽ നിന്നും നമുക്ക് ഊർജം കിട്ടുന്നത് അത് ഈ പ്രാണമയ ശരീരത്തിലുള്ള നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വൈബ്രേഷൻസിന്റെ ഫലമായിട്ടാണ്. ആ പ്രാണമയത്തെ നമ്മൾ തിരിച്ചറിയുന്നത്, അതായത് ഊർജത്തെ നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ തിരിച്ചറിയുന്ന മനസ്സിന്റെ പോർഷനായ അതിന്റെ അടിയിലുള്ള വിജ്ഞാനമയമെന്നും, അത് നമുക്കൊരു ബോഡി ലാംഗ്വേജിലൂടെ ഒരു 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 പട്ടിക്ക് ഒരു പൂച്ചയ്ക്ക് അതിന്റെ ഫുഡ് കണ്ടാൽ എങ്ങനെ മനസ്സിലാവും, അതിനകത്ത് കെമിക്കൽ ഉണ്ടോ ഇല്ലയോ എന്ന് ആ പട്ടിക്ക് എങ്ങനെ മനസ്സിലാവും? ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യണ്ട. അതിന്റെ ആ 5 സെൻസിൽ കൂടെ ആ പ്രാണൻ എനിക്ക് എന്റെ പ്രാണനുമായിട്ട് യോജിക്കത്തില്ല എന്നാൽ തിരിച്ചറിയും. പ്രാണൻ എന്ന് പറഞ്ഞ ബേസിക് ഫോം ഓഫ് എനർജിയാണ്. അതിനെ ആദിപരാശക്തി എന്ന് പറയുന്നത്. ഈ പ്രാണൻ നമ്മളുമായിട്ട് യോജിക്കൂല്ലോ, ഒരാളെ കണ്ടാൽ അയാളുടെ പ്രാണൻ നമ്മളുമായിട്ട് യോജിക്കൂല്ലോ. ഇതാണ് പട്ടിയൊക്കെ നോക്കുന്നത്. അവര് എനർജി വേൾഡിലാണ് നിൽക്കുന്നത്. വാക്കുകളാൽ വഞ്ചിക്കപ്പെടുന്ന ഏകജീവി മനുഷ്യനാണ്. പട്ടിയെ പൂച്ച ഒന്നിനും നമുക്ക് പറഞ്ഞു പറ്റിക്കാനുള്ള അവർ ഒബ്സർവ് ചെയ്യുന്നു, എനർജി നോക്കും. ആ സിംഹം ദൂരെ നിന്ന് പിടിക്കാനാണോ അല്ലയോ എന്ന് മാൻ ഇവിടുത്തെ മനസ്സിലാകും. അത് ഓടാൻ തുടങ്ങുന്നു. കൂട്ടത്തിൽ ഓർണത്തിലെ തിന്നിട്ട് മാൻ ഹാപ്പി ആയിട്ട് റെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള എനർജി പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കി, പ്രാണൻ പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കി അതിന്റെ തൊട്ടടുത്ത് പോയി പുല്ല് തിന്ന മാനുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡിസ്കവറി ചാനൽ. നമ്മളെ സംബന്ധിച്ച് ഒരു മാൻ അല്ലെ ഒരു സിംഹം എപ്പോഴും നെഗറ്റീവാണ്. ഒരു സിംഹം അവിടെ നിൽക്കുകയാണ്, ഈ സിംഹം ഫുള്ള് ഫുഡ് എല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ അടുത്ത് പോയി നിന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ഒരു 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിരിക്കാൻ പറ്റും. കാരണം നമ്മൾ മെമ്മറിയിൽ നിന്ന് ജീവിക്കുന്നവരാണ്. നമ്മൾ ഫുഡ് എടുക്കുന്നത് ബെഞ്ചമിൻ ഫ്രാങ്കിൾ പറഞ്ഞു, ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ ആകട്ടാം എന്ന് പറഞ്ഞിട്ട് അതിൽ മെഴുകുണ്ടോ കാർബൈഡ് ഉണ്ടോ എന്ന് നോക്കാതെ സ്റ്റിക്കർ പോലും കട്ട് ചെയ്ത് കഴിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രാണനെ നോക്കിയാണ് ലോകത്തെ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നെങ്കിലും മനുഷ്യൻ അങ്ങനെ ജീവിക്കാത്തതുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ കർമ്മഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അസുഖങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ദുരിതങ്ങളുണ്ടാവും. ഇതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ആ പ്രാണമയ കോശം എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഉപബോധ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രാണമയ കോശം. അതിനെ അറിയുന്ന വിജ്ഞാനമയ കോശത്തെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അറിയുന്ന തലം. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഹാപ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആരാണോ സന്തോഷം ആഗ്രഹിക്കാത്തത്? അവിടെ സിനിമ റീൽസ് പറയുന്നത് സന്തോഷം ആഗ്രഹിക്കാത്തത് അറിയില്ല. ഒരു മാൻ ഓടുമ്പോൾ അത് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്. അതിനെ പിടിക്കുന്ന തിന്നാൻ വേണ്ടി സിംഹം ഓടുമ്പോൾ, പുറകിന് ഓടുമ്പോൾ തിന്നുമ്പോഴുള്ള സുഖം ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് സിംഹവും. അപ്പൊ ലോകത്ത് മൂവ്മെന്റ് എല്ലാം ശിവനാകുന്ന ആനന്ദത്തെ ബേസ് ചെയ്തിട്ടാണ് ശക്തിയുടെ മൂവ്മെന്റ് എല്ലാം പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ ശിവനും ശക്തിയുമാണ് എന്ന് പറയുന്നു തന്ത്രം. അപ്പൊ അതിൽ ഈ ആനന്ദം, ഒരാളെ കൊല്ലുന്നത് എന്തിനാ? ഒരു സുഖം, കൊന്നു കഴിയുമ്പോൾ ഒരു റിലാക്സേഷൻ. അപ്പൊ ലോകത്ത് എന്ത് മൂവ്മെന്റ് നടക്കുന്നത്, ശക്തി ആകുന്ന മൂവ്മെന്റ് നടക്കുന്നത് ശിവനെ ഉദ്ദേശിച്ച, ശിവനാകുന്ന ആനന്ദത്തെ ബേസ് ചെയ്തിട്ട് അതിൽ സമാധിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ
ആനന്ദമാണ് എല്ലാത്തിന്റെയും അടിയിലത്തെ നമ്മുടെയൊക്കെ അടിസ്ഥാന സംസ്കൃത പദാർത്ഥം, നമ്മുടെ സൃഷ്ടിയുടെ ബേസ്. ഇത് അന്വേഷിച്ചിട്ടാണ് നമ്മളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ല. നമ്മുടെ ഇപ്പൊ നമ്മളിത് ചെയ്യുന്നത് എന്തിനാണ്? നമുക്കൊരു ആനന്ദത്തിന് വേണ്ടി. അപ്പൊ ഈ ആനന്ദ സമുദ്രത്തിലാണ് നമ്മൾ സൃഷ്ടി കൊണ്ട് തിരമാലകളാണ് നമ്മൾ. അപ്പൊ അതിലേക്ക് പതുക്കെ പതുക്കെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ആ ആനന്ദത്തിൽ എത്ര ഗ്യാപ്പ് ഉണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ആളിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. എത്ര ദൂരെ നിൽക്കുന്നു, ഏത് കോശത്തിൽ നിൽക്കുന്നു, അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിജ്ഞാനമായിട്ട് നിൽക്കുന്ന ആളിന് ആനന്ദമായിട്ട് തൊട്ടടുത്താണ്, പ്രാണമായിട്ട് നിൽക്കുന്ന ആളിന് ആനന്ദമായിട്ട് ശകലം കൂടെ അകൽച്ച വന്നു കഴിഞ്ഞു, മാനസിക ലോകത്ത് മനോമയത്തിലേക്ക് നിൽക്കുന്ന ആളിന് നല്ല ഗ്യാപ്പ് വന്നു കഴിഞ്ഞു, വെറും അന്നമയത്തിൽ ജീവിക്കുന്ന ആളിന് ആനന്ദവുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അയാള് ഇതാണ് ഈ ലോകം വിചാരിച്ച് അയാൾ ആളുകളുടെ മനസ്സ്. അപ്പൊ അത് ശ്രദ്ധിച്ച് ആനന്ദം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആണല്ലേ. ഇപ്പൊ ഒരു ഓഫീസിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അയാൾ ബേസ് ലെവൽ എംപ്ലോയി ആണ്. അയാള് ഈ ഫിസിക്കൽ വേൾഡ് മാത്രം ശരിയെന്ന് വിചാരിച്ച് ജീവിക്കുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുക്കുന്നു, സ്വാഭാവിക ശമ്പളം കിട്ടുന്നു. അയാൾക്ക് ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. തെറി പറയും, 2 ശമ്പു വെക്കും, ഇങ്ങനെ ഹാൻഡ്സ് ഒക്കെ വെച്ചിട്ട് തെറിയെല്ലാം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരാളുണ്ടാവും എല്ലായിടത്തും. അപ്പം അയാൾ അന്നമയത്തിൽ ജീവിക്കുന്ന ആൾ. അവിടുന്ന് ചില ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ, ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്ക് സ്വന്തം മനസ്സിനെ പിടികിട്ടുമ്പോൾ അയാള് മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാവുന്ന ആളായിട്ട് മാറും. അപ്പൊ അയാൾ ഒരു സൂപ്പർവൈസർ ആയിട്ട് ഉയരും. അയാൾക്ക് പണത്തിലും സമയത്തിലും കൂടുതൽ ആനന്ദമുണ്ട്, കൂടുതൽ ഫ്രീഡം ഉണ്ട്. അവിടെ നിന്ന് അപ്പൊ മനോമയ കോശത്തിൽ ജീവിക്കുന്ന ആളായിട്ട് മാറി, പെർസെപ്ഷണൽ ലെവൽ ചേഞ്ചാണ്. അവിടുന്ന് ഇയാള് ആളുകളുടെ തലയിൽ കൂടെ കൈകളിലൂടെ ഒഴുകുന്ന ഊർജത്തെ, പ്രാണനെ അളക്കാനുള്ള കഴിവിലേക്ക് എത്തും. 123 എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്താൽ ഇത്രയും ഫ്ലാറ്റിന്റെ ഇത്രയും പോർഷൻ പൊട്ടിച്ചു മാറ്റാൻ പറ്റും. അല്ലേ വേണ്ട, 114 പേര് മതി, മറ്റേ സംഭവം കൂടെ മാറ്റി കഴിയുമ്പോൾ മതി എന്ന് അയാൾ പറയും കൃത്യമായിട്ട്. 12 പേര് ഇന്ന സൈറ്റില്, 43 പേര് മറ്റേ സൈറ്റില്, 126 പേര് ഇന്ന സൈറ്റില്. രാവിലെ എല്ലാം ഫോൺ വിളിച്ച് എല്ലാവരെയും വിട്ടു കഴിഞ്ഞാൽ കൃത്യമായ എനർജി ഒഴുകുന്ന അളക്കാൻ പഠിക്കുമ്പോൾ അയാൾ ഒരു ബിസിനസ് ഓണറായിട്ട് മാറി. അവിടെ നിന്ന് അയാള് പിന്നീട് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറും. വിജ്ഞാനം, അറിവ്, ആ ഒരു മേഖലയിലെ ഫോഴ്സ്, എനർജിയെ കുറിച്ചുള്ള അറിവ് കിട്ടുമ്പോൾ ഷെയർ മാർക്കറ്റ് മറ്റേതിങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രമാണ് അയാൾ അവിടെ വരെ എത്തുന്നത്. പക്ഷെ ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ തന്നെ ഈ പ്രാണനെ മനസ്സിലാക്കിയാൽ ഇത്രയൊന്നും കഷ്ടപ്പെടാതെ തന്നെ ആളിന് ലാസ്റ്റ് കിട്ടുന്ന ഈ ആനന്ദം നേടാൻ പറ്റുമെന്നാണ് ഭാരതീയമായ കണ്ടുപിടുത്തം. ഇത് മാസ്ലോ ഹൈറാർക്കിയിൽ പറയുന്നുണ്ട്, സൈക്കോളജിയിൽ മാസ്ലോ ഹൈറാർക്കിയുടെ സംഗതിയുണ്ട്. എബ്രഹാം മാസ്ലോയുടെ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെ, തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട്, അത് ഒരു മനുഷ്യന് എന്താണ് മോട്ടിവേഷൻ വേണ്ടത് അതിങ്ങനെ പറഞ്ഞു. അതിനകത്ത് ലാസ്റ്റ് പറയുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അപ്പോഴാണ് ഒരാൾക്ക് ഫുൾ ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നത്. അതായത് ബേസിക് ലെവലിൽ ഒരു ഫിസിക്കൽ നീഡ് ആയിരിക്കും ഒരാൾക്ക് വേണ്ടത്, അതൊക്കെ നേടുന്ന ആളുകൾക്ക്, അതായത് ബയോളജിക്കൽ നീഡ്സ് അത് വേണം. അത് കഴിഞ്ഞ ആളുകൾക്ക് പിന്നീട് അവർക്ക് വേണ്ടത് സേഫ്റ്റി നീഡ്സ് ആണ്. അതിനാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ഓടുന്നത്. എന്തെങ്കിലും അസുഖം വന്നാലൊക്കെ പൈസ വേണം. അപ്പൊ ആ പൈസ കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് സ്വാഭാവികമായിട്ടും ലവ് ആൻഡ് ബിലോങ്ങിങ്സ് ആയിരിക്കും വേണ്ടത്. അതായത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ള ഒരു സംഗതി. അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ കുറെ ആളുകൾക്കൊക്കെ പൈസ എല്ലാം കൊടുക്കും, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നത് അംഗീകാരമാണ്, സെൽഫ് എസ്റ്റീം നീഡ്സ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നാര് വക കോളം കിണർ എന്നൊക്കെ എഴുതി വെക്കും, അല്ലെ. താഴെ അമ്പലത്തിലൊക്കെ കണ്ടില്ലേ, കൊടിമരത്തിന്റെ ഇല ഇവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്ന അമ്പലത്തിന്റെ ഭഗവാന്റെ പേരിനേക്കാൾ വലുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട് ലോകത്തുള്ള പേരുകൾ. അതായത് ഇവിടെ നല്ല കാര്യമാണ്, മോശമല്ല. അപ്പം അത് ആളുകളുടെ ഒരു നീഡാണ്. സ്വാഭാവികമായിട്ടും സെൽഫ് എസ്റ്റീം നീഡ്സ്. അതും കൂടെ പ്രശസ്തിയൊക്കെ ആയിക്കഴിഞ്ഞു, പണമായി പവറും കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നീട് വേണ്ടത് ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത്, എന്റെ ഫുൾഫിൽമെന്റ് ഇവിടെ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുമെന്നാണ് എബ്രഹാം മാസ്ലോ പറയുന്നത്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ പുള്ളി പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് അറിയില്ല, പാശ്ചാത്യനായതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ കടന്നാലേ സെൽഫ് ആക്ച്വലൈസേഷന് വരാൻ പറ്റത്തുള്ളൂ എന്നൊരു കമന്റ് പറയുന്നുണ്ട്. അവിടെ മാത്രമുള്ള ചെറിയ പ്രശ്നം, ഇത്രയൊന്നും കടക്കണ്ടെന്ന് ഭാരതത്തിൽ പറയും. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഈ പ്രാണനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആദ്യമേ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പദ്ധതിയാണ് തന്ത്രം. അത് അടിസ്ഥാനപരമായ മനുഷ്യന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിന് പലവിധത്തിലുള്ള രോഗദുരിതങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ആ പ്രശ്നം ഈ പ്രശ്നം ഏറ്റവും കൂടുതലും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം
അവരെ സംബന്ധിച്ചിടത്തോളം ഈ എനർജി പരമായിട്ടുള്ള കെമിക്കൽ ചേഞ്ച്, ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഷന്റെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ലൈഫിനെ അഫക്ട് ചെയ്തിട്ട് നമുക്ക് ജീവിതത്തിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകുന്നുള്ള പഠനം, ഈ പഠനം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഫ്രീ ആവാൻ സാധിക്കുള്ളൂ. ഈ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പാണ് നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അവരവരെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ശാസ്ത്രീയമായിട്ട്. വളരെ വ്യക്തമാക്കി തന്നു അങ്ങ്. ആധുനിക മനഃശാസ്ത്രവും ഭാരതീയ ആത്മീയതയും പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളുടെ പട്ടിക ഡോക്ടർ എബ്രഹാം മാസ്ലോ 5 തരംതിരിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തേതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അതിനു മുമ്പ് ലവ് ആൻഡ് ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം തുടങ്ങിയ ബയോളജിക്കൽ നീഡ്സ് ഒക്കെ ഉണ്ട്. ഇതിലേതിലെങ്കിലും മനുഷ്യന് ഒരു പൂർണ്ണത കിട്ടിയില്ലെങ്കിൽ ഈ അവസാനത്തേതെന്ന് പറയുന്ന മോക്ഷം അഥവാ അവനവൻ ആരാണ് എന്ന് കണ്ടെത്തുന്നതിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞത്, വ്യക്തമാക്കിയത്. ഇവിടെയാണ് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നത്തിന് അങ്ങയിൽ നിന്ന് ഞങ്ങൾ ഉത്തരം പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന വ്യക്തികളാണ് ബഹുഭൂരിപക്ഷവും. അങ്ങനെയുള്ളവർക്ക് അവരിൽ ഈ ആവശ്യങ്ങളുടെ പട്ടികയിൽ പ്രത്യേകിച്ച് മാനസിക തലത്തിൽ ലവ് ആൻഡ് ബിലോങ്ങിങ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കുവാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കാൻ ഒരു പരിധിവരെ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് അങ്ങ് മുന്നോട്ട് വെക്കുന്ന ശ്രീവിദ്യ ഉപാസന ക്രമങ്ങൾ സഹായിക്കുന്നത്? അത് നല്ല ക്വസ്റ്റ്യൻ. അതായത് ഈ എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു വന്നത് അബ്രഹാം മാസ്ലോ ആണ് പറയുന്നത് ഇതൊന്നും ഓരോ പടിയിലും വേണ്ടത് കിട്ടിയില്ലെങ്കിൽ മുകളിലോട്ട് വരാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ വ്യത്യാസം ഇതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ബഹിർമുഖമാണ്. കാശ്മീരി ശൈവസിദ്ധാന്തത്തിന്റെ ശിവന്റെ ബഹിരുന്മേഷമാണ് ശക്തി എന്നൊക്കെ പറയും. അതിലേക്കൊന്നും നമുക്ക് കിടക്കുന്നില്ല. അതായത് പുറത്തേക്കുള്ള രീതിയിലാണ് ഈ സംഭവങ്ങളെല്ലാം അദ്ദേഹം പഠിക്കുന്നത്. അതങ്ങനെയാണ് പാശ്ചാത്യരെല്ലാം പഠിക്കുന്നത്, പുറത്തേക്കാണ്. എന്നാൽ അകത്തേക്ക് പഠിച്ചാൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളുടെയും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ്സിലേക്കും അത്യാനന്ദത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഭാരതീയമായ താന്ത്രികമായ കണ്ടെത്തല്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്. നമ്മളെല്ലാം അവിടെ നമ്മൾ തന്ത്രത്തിലേക്ക് വരികയും ഇവിടെ നമ്മൾ കാൾ ജുങ്ങിന്റെ അനലിറ്റിക്കൽ സൈക്കോളജിയെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അതായത് അപ്പൊ നമുക്കിത് മനസ്സിലാവും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്. കാരണം അങ്ങനെ പഠിക്കുമ്പോഴല്ലേ നമുക്ക് ഇതിന്റെ വില വരും. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സമൂഹം നമുക്ക് വിലയില്ലല്ലോ. അപ്പോ അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത് പലപ്പോഴും കോട്ട് ചെയ്തിട്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ രസകരമായ ചില വസ്തുതകളുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ശരിക്കും വി ആർ ലിവിങ് ഇൻ ദ വേൾഡ് ഓഫ് ആർക്കിടൈപ്സ് എന്ന് പറയും. നമ്മൾ ആർക്കിടൈപ്സിന്റെ വേൾഡിലാണ് ജീവിക്കുന്നത്. ഇത് പലരും അറിയുന്നില്ല. എന്താണ് ആർക്കിടൈപ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആർക്കിടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഷന്റെ കെമിക്കൽസിനെ, ആ ന്യൂറോ ട്രാൻസ്മിറ്റേഷനെ മാറ്റുന്ന സെൻസറി എക്സ്പീരിയൻസിൽ നിന്നുണ്ടാകുന്ന പ്രോഗ്രാംസിനെയാണ് ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. ലളിതമായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ, ഒരു പട്ടി കട്ടിയുള്ള തുടലിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. പട്ടി നമുക്ക് 4 പേര് നടന്നു വന്ന ഒരാളെ അവിടെ നിൽക്കിച്ചല്ലോ. കാരണം അയാളെ പട്ടി എപ്പോഴോ ഏതൊരു പട്ടി ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടിച്ചപ്പോൾ ആ പട്ടിയുടെ കാഴ്ച, കേൾവി, കോര, ശബ്ദസ്പർശ, രൂപരസ ഗന്ധങ്ങളിലൂടെ അയാളുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായി. പട്ടി എന്ന് പറഞ്ഞാൽ അഡ്രിനാലിൻ, ന്യൂറോ ട്രാൻസ്മിറ്റർ അഡ്രിനാലിൻ റിലീവ് ചെയ്ത് ഫിയർ ഉണ്ടാക്കി സിമ്പത്തറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആയിട്ട് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഓർ റെസ്പോൺസിലേക്ക് ബോഡി മാറിയിട്ട് ഓടി രക്ഷപ്പെടണം എന്നുള്ള ഒരു പ്രോഗ്രാം നല്ല ഉദ്ദേശത്തിൽ ശരീരം ഉണ്ടാക്കുന്നതാണ്. എല്ലാം നല്ലതും ചീത്തയും പഠിക്കുന്ന അങ്ങനല്ല, അനുഭവം വന്നിട്ടല്ലേ. അപ്പൊ അത് പക്ഷെ ഇത് ആസ്ഥാനത്തും കയറി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പം 3 പേര് വന്ന ഒരാൾ അവിടെ നിൽക്കുന്നു, ബാക്കി 2 പേരുടെ വീട്ടിൽ പട്ടി ഉണ്ട്. ആ പട്ടി ഡോപ്പമിൻ തരുന്ന പട്ടിയാണ്. അതായത് തലയിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ, സ്നേഹത്തിന്റെ ഒക്കെ പോസിറ്റിവിറ്റി, മോട്ടിവേഷന്റെ ഒക്കെ കെമിക്കൽ തരുന്ന പട്ടിയാണ്. പട്ടി എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ഉള്ളിൽ കിടക്കുന്നത്. അവരുടെ വീട്ടിൽ പട്ടി ഒന്ന് നക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പട്ടി. അപ്പൊ അവിടെ ഒരു പട്ടി പാമ്പ് കടിക്കാതിരിക്കാൻ, നമ്മൾ ഉറങ്ങി കിടന്നപ്പോൾ നമ്മളെ പാമ്പ് കടിക്കാതിരിക്കാൻ വേണ്ടി സ്വയം കടി കൊണ്ട് മരിച്ച ഒരു പട്ടിയും കൂടെ ആണെങ്കിൽ എത്രമാത്രം സ്നേഹമായിരിക്കും പട്ടി എന്ന് പറഞ്ഞാൽ ആളിനുണ്ടാവും. ഒരാൾ അങ്ങനത്തെ ആളും മറ്റേ ആൾ പട്ടി ഓടിച്ചിട്ട് കടിച്ച ആളാ.
അപ്പൊ സെയിം സ്റ്റിമുലസ് ആൻഡ് ഡിഫറെന്റ് റെസ്പോൺസ് എന്ന് പറയുന്ന സൈക്കോളജി. പട്ടി എന്ന് പറഞ്ഞാൽ 5 പേരുണ്ടെങ്കിൽ 5 വികാരങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അതിന്റെ പെരുമാറ്റമായിരിക്കും ഉണ്ടാകും. അതനുസരിച്ചിട്ടാണ് മറ്റുള്ളവർ ബിഹേവ് ചെയ്യുന്നത് നമ്മളോടും, നമ്മുടെ പെരുമാറ്റം അനുസരിച്ചിട്ട്. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആർക്കിടെക്ട്സ് ആണ് എന്ന് വരും. തീർച്ചയായിട്ടും വളരെ അപ്പൊ വ്യക്തമാക്കി നമ്മള് തന്നു അങ്ങ്. വളരെ വ്യക്തമാക്കി തന്നു. അപ്പം നമ്മുടെ ഇപ്പൊ എന്റെ ഭാര്യ അപ്പുറത്തുണ്ട് എന്നുള്ളത് എന്റെ ഒരു വിശ്വാസമാണ്. അപ്പൊ എന്റെ മോള് വന്നിട്ട് പറഞ്ഞു, വെച്ചാ അമ്മ വേറൊരാളോട് ഇറങ്ങിപ്പോയി. അയ്യോ. അപ്പൊ എന്റെ വൈഫിനെ കുറിച്ച് 5 സെൻസിൽ കൂടി എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആർക്കിടൈപ്പ് ആണല്ലോ. പക്ഷെ ഇപ്പോൾ മുതൽ ആ ആർക്കിടൈപ്പ് എനിക്ക് എന്ത് തരാൻ തുടങ്ങും? നെഗറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ഡിസൈഡിങ് യുവർ ഫ്രീക്വൻസി ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ളത് നിങ്ങളുടെ ഓരോ ഇമോഷൻസ് ഓരോ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്യാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ചെയ്യുക. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ദേഷ്യം വരുമ്പോൾ ഒരു കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ട്, അസൂയ വരുമ്പോൾ ഒരു കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ട്, വിഷമം വരുമ്പോൾ ഉണ്ട്, ദേഷ്യം വരുമ്പോൾ ഉണ്ട്, സാഡ് ആയിട്ടിരിക്കുമ്പോൾ ഉണ്ട്, വലിയ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഉണ്ട്, ചെറിയ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഉണ്ട്. ഡിഫറെന്റ് നിരവധി ഫ്രീക്വൻസികൾ ഓഫ് ലൈഫ്. അത് ആ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാകുന്നത് ഈ കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. ആ കെമിക്കൽ കോമ്പിനേഷൻസ് ഉണ്ടാകുന്നത് നമ്മുടെ മെമ്മറിയിൽ നിന്നും ഒക്കെയുള്ള 5 സെൻസിൽ നിന്നുള്ള ഡേറ്റ വെച്ചിട്ടാണെന്നും പറഞ്ഞു. അപ്പോ ഈ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാകുന്നു ഈ ആർക്കിടെക്ചർ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ എളുപ്പം ഡിപ്രസ്ഡ് ആയി. അപ്പൊ ഈ ബ്രെയിൻ കെമിക്കൽ ഫ്രീക്വൻസി മാറി എന്ത് സംഭവിക്കും? ആ സെയിം ഫ്രീക്വൻസിയിലുള്ള ഡേറ്റ മാത്രമേ മെമ്മറിയിൽ ആക്സസ് ചെയ്യാൻ പറ്റൂ. വഴക്കിടുമ്പോ കണ്ടില്ലേ, ഇന്നലെ വരെ ഭർത്താവുമായിട്ട് ഭയങ്കര സ്നേഹം, ഇന്ന് രണ്ടുപേരും വഴക്കിടുന്നു. അപ്പൊ ഒരാൾ മറ്റേ ആളോട് പറയാണ്, നീ പണ്ട് അങ്ങനെ പറഞ്ഞില്ലേ, പണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, അന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു അല്ലേ? നെഗറ്റീവ് മാത്രമേ വരുന്നുള്ളൂ. ആ ആൾ എന്തെല്ലാം നല്ലത് ചെയ്തിട്ടുണ്ടാവും അല്ലെ? എന്റെ മാതാപിതാക്കളാണ് എന്റെ ദുരന്തം എന്ന് പറയുന്നത്. അവരെങ്ങനെ അത്രയും ഡെവലപ്പ് ചെയ്തു അത് ഓർക്കുന്നില്ല. അപ്പൊ ആ സൈഡ് ഒന്നും ഓർക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം ആ കെമിക്കൽ മാറിക്കിടക്കുന്നുണ്ട്. പരീക്ഷാകാലം ചായ കുടിച്ച് ടി വി കണ്ട് പഠിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പഠിച്ച ഒരു കുട്ടി പരീക്ഷാകാലത്ത് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ 4 എണ്ണത്തിന് ആൻസർ വരത്തില്ലെങ്കിൽ അഡ്രിനാലിൻ ട്രിഗറായി. 5ാമത്തെ നല്ലവണ്ണം പഠിച്ച, പക്ഷെ ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. വെളിയിൽ വന്നൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ ഇതെന്താ അന്നേരം ഓർമ്മ വരാത്ത? അന്നേരം കെമിക്കൽ മാറിക്കിടക്കാം. അപ്പൊ ബ്രെയിൻ ഒരു റിതം ഉണ്ട്, ബ്രെയിൻ കെമിക്കൽസിന്റെ ലൈഫിന്റെ ഒക്കെ റിതം ഉണ്ട്. ഈ റിതമാണ് കൃത്യമായി നമ്മൾ പഠിക്കുന്നത്. അവിടെ ഈ നെഗറ്റീവ് എനർജീസ് വന്ന് സൂക്ഷ്മശക്തികൾ വന്ന് പ്രോസസ് ചെയ്യുമ്പോൾ ഈ കെമിക്കൽ മാറുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് മാത്രമേ ഓർക്കാൻ പറ്റൂ. അപ്പൊ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവും, അതുപോലെ സ്ട്രെസ്, PTSD ഉണ്ടാവും, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. അങ്ങനെ പല അസുഖങ്ങളും പല പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് മനോമയ കോശത്തിൽ. അതുകൊണ്ടാണ് പഞ്ചകോശ ശുദ്ധി എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 5 ശരീരം, അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയവും കറക്റ്റ് ചെയ്ത് ശുദ്ധിയായിട്ട് വെച്ചാലേ ഒരാൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കണ്ടെത്തല്. അതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ പറയുന്നത്. അപ്പം ഈ കെമിക്കൽ കോമ്പിനേഷൻസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഈ കെമിക്കൽ കോമ്പിനേഷൻസിനെ ആർക്കിടൈപ്സ് ആണ് ഉണ്ടാക്കുന്നത്. ആർക്കിടൈപ്സ്. അപ്പൊ എന്റെ വൈഫ് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഡിപ്രസ്ഡ് ആയി. ഞാൻ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. പിറ്റേന്ന് വൈഫിന്റെ ഫോൺ വരുന്നു, 2 എണ്ണം പറയാമെന്ന് പറഞ്ഞ് മൊബൈൽ ഇങ്ങോട്ട് എടുത്തതും അവർ സംസാരിച്ചു തുടങ്ങി. ഞാൻ ഇന്നലെ അടുത്തുള്ള ചേട്ടന്റെ കൂടെ ഇവിടം വരെ വന്നു, അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അതിനിപ്പോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ എല്ലാം റെസ്റ്റ് ആയി, ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനും മറ്റേ ചേട്ടനും കൂടെ അങ്ങോട്ട് തിരിച്ചു വരികയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഈ ആർക്കിടൈപ്പ് വൈഫിന്റെ ആർക്കിടൈപ്പ് എനിക്ക് വീണ്ടും പോസിറ്റീവായിട്ടുള്ള കെമിക്കൽസിനെ പ്രദാനം ചെയ്തു തുടങ്ങും വീണ്ടും. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നോട്ട് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, എന്റെ ഈ വൈഫ് ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്റെ വൈഫ് ഇത് വല്ലതും അറിയുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ആർക്കിടെക്ട്സും ആയിട്ടുള്ള കോമ്പിനേഷൻസിലുള്ള അതിലേക്ക് പ്രാണശക്തി കയറിയിട്ട് ആ പ്രാണശക്തി നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറിയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസിലുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ഇതിന് മിക്കപ്പോഴും പുറത്തുള്ള ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പം ലക്ഷ്മി മാഡത്തിനെ ഞാൻ ഇവിടുന്ന് കാണുന്നു, നിങ്ങളെ കുറിച്ച് എന്റെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ട് ആ പിക്ചറിനോടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അതുമായിട്ടൊരു ബന്ധവും കാണൂല ചിലപ്പോ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന മണ്ടത്തരങ്ങൾക്ക്. ഞാൻ ആദ്യം ഇങ്ങനെ സങ്കല്പിച്ചിട്ട്, കാരണം നല്ല എനിക്ക് ഡേറ്റ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ മൂവ്മെന്റും നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അത് പിന്നെ ഇപ്പൊ ഈ മൊബൈൽ എടുത്ത് എനിക്ക് ഇപ്പൊ ഈ ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ എടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ബ്രെയിനകത്ത് അത് ആദ്യം മാറിയിരിക്കണം. എന്നിട്ട് അത് ഇലക്ട്രിക് സിഗ്നലായിട്ട് എന്റെ കൈകളിലൂടെ കോശങ്ങളിലൂടെ വന്നിട്ട് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ നീക്കി വെക്കുന്നു. അപ്പൊ സെക്കൻഡറി ആക്ഷൻ മാത്രമാണ് ഈ വേൾഡിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പുറത്തു വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അകത്ത് ചേഞ്ച് ആവുന്ന അനുസരിച്ചാണ് ഈ പുറത്ത് ചേഞ്ച് ആവുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിലെ ഏറ്റവും വലിയ മണ്ടത്തരം, പുറത്ത് ഉണ്ടെങ്കിൽ അത് സത്യമെന്നും അകത്തുള്ളത് കള്ളമെന്നും വിചാരിക്കും. ഒരു ഭദ്രകാളി എന്ന് പറഞ്ഞൊരു ആർക്കിടൈപ്പ്, അത് പുറത്തില്ല, അകത്തുണ്ട്. ഉണ്ടെങ്കിൽ അത് കള്ളമായിട്ട് നമ്മൾ വിചാരിക്കുന്നു. പുറത്തില്ലല്ലോ എന്ന് നമ്മൾ ചോദിക്കുന്നു, എവിഡൻസ് ചോദിക്കുന്നു. പക്ഷേ ഒരു കളരിയിൽ വാളും പീഠവും വെച്ച് ഉപാസിക്കുന്ന ഒരു ഉപാസകനോട് ഒരു സാധാരണ കരാട്ടക്കാരൻ, ഇയാൾ അന്ധവിശ്വാസിയാണല്ലോ, മറ്റേയാൾ കരാട്ടക്കാരൻ, അയാൾ അന്ധവിശ്വാസി ഒന്നുമല്ല, ഇവര് തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ചിലപ്പോൾ നിഷ്പ്രയാസം ഈ കളരിക്കാരൻ മറ്റേയാളെ കൊന്നുകളയും. അവിടെ അയാളുടെ ലൈഫ് പോയി. ഇയാൾ അന്ധവിശ്വാസം വാളവിടെ വെച്ച് വരുമ്പോൾ തീർന്നു അല്ലെ? ആ ആവേശം മാറ്റി കഴിഞ്ഞപ്പോൾ, ആ ദേവതയുടെ ആ ഡൈറ്റിയുടെ പൊസഷൻ മാറ്റി കഴിഞ്ഞപ്പോൾ അയാൾ ഫ്രീ ആയി. പക്ഷെ മറ്റേ ആൾ മരിച്ചു. പുറത്ത് ഒരു കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണമെന്നില്ല, അകത്തുള്ള ലൈഫ് സംഭവിക്കുന്നില്ല അകത്താണ്. അപ്പം ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ BMW കാറുകളും മറ്റു ബംഗ്ലാവുകളും മറ്റ് സമ്പത്തുകളും പുറത്തുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഹാപ്പി ആകാൻ പറ്റൂ എന്ന് പറയുന്ന അടുത്ത ആ തിയറിയിൽ പ്രശ്നം വരുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മളിത് ഈ പ്രാണമയ കോശത്തിലേക്ക് ഉണരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ബിഗ് ആയിട്ടുള്ള, അയാളുടെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് പ്രാണൻ ഏറ്റവും കൂടുതലായിട്ടുള്ള അവസ്ഥയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാണം ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതില്ലാതെ ഞാൻ പുറത്ത് എന്തെങ്കിലും എല്ലാം ഉണ്ടായെങ്കിലും ഞാൻ ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പം ഇത് അറിയാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള നേട്ടങ്ങളാണ് ഏറ്റവും വലിയ സംഭവം. പക്ഷെ പ്രാണമയ കോശത്തെ കുറിച്ച് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാണൻ എന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. ശരിക്കും എനിക്ക് എന്റെ ഗുഡൻസ് നമുക്ക് ഒരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ രാഷ്ട്രീയായി. പുറത്തുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു കാമുകൻ അല്ലെ കാമുകി അടുത്തുണ്ടായിരിക്കണം, അല്ലെ ഭർത്താവ് അല്ലെ ഭാര്യ അവർ നല്ല രീതിയിൽ പെരുമാറി, അല്ലെ അവർ സ്നേഹിക്കണം, അല്ലെ എന്റെ മക്കൾ എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എന്റെ കാമുകി എന്നെ സ്നേഹിക്കണം, അല്ലെ കാമുകൻ എന്നെ സ്നേഹിക്കണം, എന്നാലേ എന്റെ ജീവിതം ഫുൾഫിൽ ആവത്തുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നു. കാര്യം എന്താണ്? അവരടുത്തുള്ളപ്പോഴേ ഇവർക്ക് പ്രാണൻ കിട്ടുന്നു. ഈ ആർക്കിടൈപ്പ് ആക്റ്റീവ് ആവുന്നത്, ആ ആർക്കിടൈപ്പ് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് പ്രാണൻ കിട്ടുന്നത്. പട്ടിയുടെ ആർക്കിടൈപ്പ് കയറിയപ്പോൾ നമ്മൾ നെഗറ്റീവായി, നമ്മുടെ പ്രാണൻ നെഗറ്റീവായി, എല്ലാ എനർജിയും പോയി, ജീവനം കൊണ്ട് ഓടുന്ന അവസ്ഥയായി. പക്ഷെ പട്ടി എന്ന് പറഞ്ഞ മറ്റേ ആളിനെ സംബന്ധിച്ച് പട്ടിയുടെ ആർക്കിടൈപ്പ് പോസിറ്റീവ് ആയതുകൊണ്ട് അയാൾക്ക് എനർജി കിട്ടുകയാണ്. പട്ടി എന്ന് പറയുമ്പോൾ ഒരു വികാരം, സ്നേഹമാണ്. അപ്പൊ എനർജിയെ കിട്ടാനും നഷ്ടപ്പെടുത്താനും ആർക്കിടൈപ്പുകൾക്ക് പവർ ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ മനസ്സിലാകും നമ്മുടെ കാമുകിയോ കാമനോ ഭാര്യയോ ഭർത്താവോ മക്കളോ അവരുടെ ആർക്കിടൈപ്പാണ് എന്റെ ഉള്ളില് പോസിറ്റിവിറ്റി അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ ആത്മാവിന് ഭയങ്കരമായ ഹാപ്പിനെസ് കിട്ടുന്നു. ഈ തിയറി പ്രായോഗികമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന തലം വേറെയാണ്. ഇതിൽ നമുക്ക് ലോജിക്കലി മനസ്സിലാവത്തുള്ളൂ. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യുന്ന തലത്തിൽ നമുക്ക് മനസ്സിലാവും ആർക്കിടെക്ട്സ് ആണ് ശരിക്കും എനർജി ദാതാക്കൾ എന്ന് നമുക്ക് മനസ്സിലാവും. ആ ആർക്കിടൈപ്സിന്റെ ഏറ്റവും ചെറിയ ഫോംസ് ആണ് നമ്മൾ കാണുന്ന ഈ ചില ആർക്കിടൈപ്സ്, ഭാര്യ മക്കള് ഭർത്താവ് എന്നൊക്കെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് അവര് സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലേലും നമുക്ക് കുഴപ്പമില്ല, ആളുകൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ഈ ആർക്കിടൈപ്സ് പവർഫുൾ ആണോ എന്നുള്ളത് മാത്രം നമ്മൾ റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക്. അത് പവർഫുൾ ആണ്, നമുക്ക് എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. എവറിബഡി ഈസ് ലുക്കിംഗ് ഫോർ എനർജി, പോസിറ്റീവ് എനർജി.
അതെവിടെ കിട്ടുമോ അവിടുന്ന് അവിടെയാണ് ആളുകൾ ആവശ്യം. അമൃതാനന്ദമയി ദേവിക്ക് എന്താണ്, എന്ത് പ്രോഡക്റ്റ് സർവീസോ കൊടുക്കുന്നുണ്ടോ? പ്രാണം കൊടുക്കുന്നു, പോസിറ്റീവായിട്ട് എനർജി കൊടുക്കുന്നു. അപ്പൊ അത് കോടികൾ പൈസയായിട്ട് വരുന്നു, അല്ലെങ്കിൽ മനസ്സിലാവുന്നു, പ്രശസ്തിയും പൈസ എല്ലാം കിട്ടുന്നു. പ്രാണൻ തീർച്ചയായിട്ടും എവിടെയുണ്ടോ അവിടെ ഇതെല്ലാം ഉണ്ട്. പ്രാണൻ എവിടെ ഇല്ലയോ അവിടെ ഇതൊന്നുമില്ല. ആ പ്രാണൻ ആർക്കിടെക്ചറിൽ നിന്ന് കൂടുതൽ കിട്ടുമെങ്കിൽ പുറം ലോകത്തുള്ള ഇമ്പോർട്ടൻസ് കുറയും. തീർച്ചയായിട്ടും. അപ്പോഴാണ് അതായത് ഹയർ ഫ്രീക്വൻസി. അങ്ങ് പറഞ്ഞു വന്നത്, എപ്പോഴും നമ്മൾ ഈ പ്രാണശക്തിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് അഥവാ ബാഹ്യമായിട്ടുള്ള കാരണങ്ങളില്ലാതെ തന്നെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. 100%. ആർക്കിടൈപ്പ്, അതായത് നമ്മുടെ മുൻധാരണയിൽ നമ്മൾ രൂപം കൊടുത്തിരിക്കുന്ന ചില വ്യക്തമായിട്ടല്ലാത്ത ചില ധാരണകൾ ഒക്കെയാണ് ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങ് പറഞ്ഞ ധാരണകൾ, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു നായെ അതിന് കാണുമ്പോൾ, പ്രധാനമായിട്ട് നമ്മൾ ഈ ആർക്കിടെക്ട്സ് നമ്മളറിയാതെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ കയറി പോയ ആർക്കിടെക്ട്സ്, ഒരാൾക്ക് മിലിറ്ററി പോകണമെന്ന് ഭയങ്കര ആഗ്രഹം, ആ ആളിന് മിലിറ്ററിയിലുള്ള ജോലി ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കത്തില്ല അയാൾക്ക് അത് വരുന്നത്. അയാൾക്ക് ഉള്ളിലൊരു ഡിസയർ ഉണ്ടാവുന്ന വേറെ ജോലിക്കായിരിക്കും. പക്ഷെ ഒരു മാമൻ കുട്ടിക്കാലത്ത് വന്ന് പറഞ്ഞ വലിയ കഥകളൊക്കെ കേട്ടപ്പോ, വീരകഥകൾ കേട്ടപ്പോ ഇയാൾക്ക് ഒരു ആവേശം. ഈ ആവേശം ചിലപ്പോ ഇത് ഇയാളുടെ ഡിസയർ ആവാം, ചിലപ്പോ ആയിക്കോളൊന്നും ഇല്ലാതാകും. ഈ അല്ലാതെ സ്ഥലത്ത് വരുമ്പോ ഇത് ക്ലാഷ് ആവും. ഇപ്പൊ എനിക്ക് മാത്തമാറ്റിക്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ സൈക്കോളജിക്ക് പകരം ഞാൻ BSc മാത്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ പട്ടുപിടിച്ചു പോയനെ. ഞാൻ ഒട്ടും ഡെവലപ്പ് ചെയ്തില്ല, എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല അത്. അപ്പൊ മാത്സിന്റെ ഗുണങ്ങളൊക്കെ ഒരാൾ ഇന്ന് വർണ്ണിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. ഈ ലോകം മുഴുവൻ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ് ആണെന്നൊക്കെ പറഞ്ഞ് കേട്ട് ഞാൻ ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് ഞാൻ അത് പോയി എടുക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം ആകെ കോഞ്ഞാട്ടയായി പോകും, ആകെ നാശമായിട്ട് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയാണ് അത്. അപ്പൊ ആ പട്ടാളക്കാരന്റെ ആർക്കിടൈപ്പാണ് എന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. ഞാനിത് അറിയുന്നുണ്ട്. ഭാര്യ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ആർക്കിടൈപ്പ് ഉണ്ട്. ഭർത്താവ് എന്ന് പറയുമ്പോൾ മോഹൻലാലാണ് പഴയ സ്ത്രീകളുടെ ആർക്കിടൈപ്പ്, ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആർക്കിടൈപ്പ്. മോഹൻലാലിന്റെ കൂട്ടൊരു ഭർത്താവിനെ വേണം എന്നാണ് പൊതുവെ പെൺകുട്ടികളാന്ന് പറഞ്ഞു കേൾക്കുക, അല്ലെ? അപ്പം സ്വാഭാവികമായിട്ടും ഇത് അതുപോലെ ആവുന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഭാര്യ, ഈ പറഞ്ഞ നടിമാരുടെ പേര് പറയാം, അതുപോലെ ആവുന്നില്ലെങ്കിൽ അവിടെ ക്ലാസ് വരും. അപ്പൊ അതുപോലെ അഭിനയിച്ച് കാണിക്കുന്ന ആൾക്കാർ വരുമ്പോ അവരോട് ഇഷ്ടം വന്ന് അവരോട് പോവുകയും ചെയ്യും, അല്ലെ? അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഇപ്പൊ ഒരു കൗൺസിലിങ്ങിന് വന്നൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഒരു ഭയങ്കര കോളനിയിലുള്ള വളരെ, കോളനിന്ന് പറയലെന്ന് പറഞ്ഞു ഇന്ന് മുതൽ, അല്ലേ? നഗർനാക്കം പറയാനാണ് പറയുന്നത്. എനിവേ, കോളനിയിലുള്ള ഒരു കക്ഷി ഒരു പയ്യനെ, ഒരു പെണ്ണ് പ്രേമിച്ചു. ആ പെണ്ണിനെ കൗൺസിലിങ്ങിനുള്ള കൊണ്ടുവന്നു. അപ്പം അയാൾ ആകെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തനാണ്. അപ്പം അച്ഛനെ ഭയങ്കര പ്രയാസം, അങ്ങനെ കൊണ്ടുവന്നാണ്. അപ്പൊ മോളോട് ചോദിച്ചു, അപ്പൊ മോളോട് ഇങ്ങനെ സംസാരിച്ചു, മോള് അവരുടെ പേപ്പർ രണ്ടായിട്ട് മടക്കിയിട്ട് അവന്റെ ഗുണങ്ങൾ എഴുതും, ദോഷങ്ങൾ എഴുതാൻ പറഞ്ഞു. അത് പിന്നീടാണ്. ആദ്യം ചോദിച്ചിങ്ങനെ സംസാരിച്ചു വന്നപ്പോ എന്തുവാണ്, എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടതെന്നൊക്കെ ചോദിച്ചു വന്നപ്പോ ഈ ഋതിക് റോഷൻ ഉപയോഗിക്കുന്ന ഒരു പൾസർ ബൈക്ക്, അങ്ങനത്തെ ഒരു ബൈക്ക് സിനിമയിലുണ്ട്. ഈ ബൈക്കിലാണ് ഇവനെ ആദ്യം കാണുന്നത്. ഈ പെണ്ണൊരു ഭയങ്കര ഋതിക് റോഷൻ ഫാൻ ആ സമയത്ത്. അപ്പൊ ഈ പയ്യൻ അതേ കയറിയിരുന്ന് ഇങ്ങനെ വന്നു. അപ്പൊ അവനോട് തന്ന ഒരു ആ ആർക്കിടൈപ്പ് ആണ് അവളുടെ ഉള്ളിൽ വർക്ക് ചെയ്തത്. അപ്പം ഗുണങ്ങളും ദോഷങ്ങളും ഇങ്ങനെ 2 പേജിൽ എഴുതി, 2 മടക്കിയിട്ട് നോക്കിയപ്പോ ഗുണങ്ങളുടെ സ്ഥാനത്ത് വളരെ പാടുപെട്ട് 2-3 പേര്, ദോഷങ്ങളാണ് മുഴുവൻ ഉള്ളത്. മറ്റേ ഇത് വെക്കും, ആൻസർ MDMA ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുള്ള അവസ്ഥയിലുള്ള ആളാണ്. ഇവിടെ ഭയങ്കര അബ്യൂസീവാ. ഇതൊക്കെ ശരിയാണ്. പിന്നെ അന്ന് ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. അപ്പം ഇതെല്ലാം ചോദിച്ചു വന്നപ്പോ അപ്പൊ ഞാൻ ചോദിക്കുക, ഈ ബൈക്കിന്റെ മേളിൽ ഒരു കുരങ്ങൻ ഇരുന്നാൽ ഇയാൾക്ക് ഇഷ്ടപ്പെടൂ? അല്ല, ഇഷ്ടപ്പെടുമല്ലേ കണക്കിന്, അല്ലേ? അപ്പോഴാണ് ആലോചിക്കുന്നത്, അത് ശരിയാണ്. പിന്നെ അതിന് മനസ്സിലായി അതിനകത്തിലെ ഒരു പ്രശ്നം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഒരു ആർക്കിടെക്ട്സ് എങ്ങനെയൊക്കെ നമ്മളെ ഡ്രൈവ് ചെയ്യും. കുട്ടിക്കാലത്ത് കയറിയ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞുണ്ട് സൈക്കോളജി. അപ്പൊ എല്ലാവർക്കും ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് കുട്ടിക്കാലത്ത് ഉള്ള, അത് ഹീൽ ചെയ്യപ്പെടും, അതിൻ്റെതായ ചില കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഈ ആർക്കിടെക്ട്സ് ആണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ആർക്കിടെക്ട്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചില്ല എങ്ങനെയാണ് പലതിനും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഈ മറ്റുള്ളവരുടെ ആർക്കിടൈപ്പ് കണ്ടെത്തിയാൽ നമുക്ക് നമ്മുടെ ആർക്കിടൈപ്പ് കണ്ടെത്താൻ പറ്റും, മറ്റുള്ളവരെ അറിയാൻ പറ്റും. അത് നമ്മൾ കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം മാറി.
ഓ ഇതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇതിങ്ങനെ പെട്ട് കിടക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പം ഇത് ഇത് തന്ത്രശാസ്ത്രത്തിലോട്ട് വരുമ്പോഴേ ഇത് മനസ്സിലാവത്തുള്ളൂ. ദേവതകളാണ് ആർക്കിടെക്ട്സ്. ഈ ദേവതകൾ കാണുന്നതും അറിയാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റാത്തതുണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അറിയാവുന്ന ആർക്കിടൈപ്പുകളല്ലേ, സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റാത്ത ആർക്കിടൈപ്സുകളാണ് കൂടുതൽ. അപ്പൊ അപ്പൊ ഇവര് അങ്ങനെ കേറി ഡ്രൈവ് വെച്ചിട്ട് ചെയ്യുന്നു. ദേവതകൾ എന്ന് പറയുന്നതും ഒരു ആർക്കിടൈപ്പാണ്, അത് Of course. എനർജിയുമാണ് അല്ലെ? ഒരേ സമയം എനർജിയുമാണ്, അല്ല, ആർക്കിടൈപ്പുമാണ്, ആർക്കിടെക്ട്സ് എല്ലാം എനർജിയാണ്. എനർജിയാണ്. ആർക്കിടെക്ട്സ് ആണ് എനർജിയെ കൺട്രോൾ ചെയ്യുന്നത്. കണ്ടോളെ, കറക്റ്റ് എനർജി ഇറ്റ് ഈസ് ന്യൂട്രൽ. കറക്റ്റ്. ന്യൂട്രൽ ഫേസ് ഒരു ഇലക്ട്രിക് ലൈനിൽ കൂടെ വരുന്നത് ഒറ്റ ലൈനിൽ കൂടെ. അതെ അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് എനർജി ഒന്നേ ഉള്ളൂ, അദ്വൈതം. അതിന് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറ്റുന്നത് ആർക്കിടെക്ട്സ് ആണ്. തീർച്ചയായിട്ടും ഒരേ പട്ടിക എന്നുള്ള സ്റ്റിമുലസ് ആണ് കിട്ടിയത് രണ്ടുപേർക്കും. ഒരാളുടെ ആർക്കിടൈപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് എനർജിയെ നെഗറ്റീവായിട്ട് തിരിച്ചു, മറ്റേയാളുടെ പട്ടികയിലുള്ള ആർക്കിടൈപ്പ് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവായിട്ട് തിരിച്ചു. ഈ കാണുന്ന ആർക്കിടൈപ്പ് എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ, കാണാത്ത ആർക്കിടൈപ്പ് കൊണ്ട് ഇവരിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അറിയത്തില്ല. അത് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന തലത്തിലേക്ക് പോകുമ്പോഴേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അത് കാൽ ജുങ് പറയുന്നത് ഒറ്റ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാവർക്കും കൂടെ. കളക്റ്റീവ് എനിക്കൊരു സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങൾക്കൊരു സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെയല്ല. അങ്ങനെയില്ല. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നൊക്കെയാണ് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ താഴേക്ക് ചെല്ലുമ്പോൾ ഉള്ള സ്ഥലമാണ്, അത് കറക്റ്റാണ്. അതാ ഞാൻ ഈ പ്രാണവായുകോശം, ഞാനല്ല, ആചാര്യന്മാർ പറഞ്ഞു. ഒന്നിച്ച് കിടക്കുക പ്രാണവായുകോശം. അപ്പൊ എന്റെ ഉള്ള ഒരു സൂക്ഷ്മശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രോസസ് ചെയ്യാൻ ചെയ്യുക തീർച്ചയായും നിഷ്പ്രയാസം, അവിടുന്ന് ഇങ്ങോട്ട് വിടാം. ഇതൊക്കെ സാധ്യമാണ്. മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുന്നുള്ളതുകൊണ്ടാണ് അത് ഞാൻ പറയാത്തത്. ഇത് ഹെവി ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. തീർച്ചയായിട്ടും കാരണം ഇനി മനസ്സിലാവുന്ന എക്സാമ്പിൾ ഒക്കെ പറയുന്നത് അതുകൊണ്ട് മനസ്സിലാവാത്തതാണ് കൂടുതൽ. നമ്മളിത് പലപ്പോഴും നമ്മളിത് വെളിയിലെടുക്കുന്ന സമയത്ത് വെളിയിൽ വന്ന് സംസാരിക്കും പേഴ്സണാലിറ്റീസ്. ഞാൻ എന്റെ ഈ ചാനലിൽ ഞാൻ ഫേസ് മറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, ബോഡിയിൽ വേറെ ആളായിട്ട് ആൾക്കാർ സംസാരിക്കും. അപ്പൊ അവര് വന്നിട്ട് ഞാൻ ഈ 20 വർഷമായിട്ട് 35 വർഷമായിട്ട് ഈ വ്യക്തി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇയാൾക്ക് ചെയ്തു, ഇന്ന പ്രശ്നങ്ങൾ ഇയാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. തിരിച്ച് അവർ പറഞ്ഞ ഡേറ്റ് മറ്റേ ആളുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്റെ ഡിഫറെന്റ് പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അതൊക്കെ റിയൽ ആയിട്ട് തെളിയിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ക്യാരക്ടർ, അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് ഈ കളക്റ്റീവ് അൺകോൺഷ്യസിൽ റൗണ്ട് ചെയ്യുന്നുണ്ട്. ഇത് പ്രോസസ് ചെയ്യും, അതും ആർക്കിടെക്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഇത് പ്രോസസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എനർജി ലെവലിൽ നെഗറ്റീവ് വൈബ്രേഷൻസ് ആയിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. നെഗറ്റീവ് ബ്രെയിൻ കെമിക്കൽസിനെ ക്രിയേറ്റ് ചെയ്ത് ഡിപ്രഷൻ ഉണ്ടാക്കിയ ആള് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് പോകും. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ആർക്കിടെക്ചറിനെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യപ്പെടേണ്ട 5 സെൻസ് കൂടെ, പട്ടി എങ്ങനെ ഉള്ളിൽ കയറി ഇമോഷൻ ഉൾപ്പെടെ 5 സെൻസറി ഡേറ്റ പ്ലസ് 5 സെൻസറി ഡേറ്റ പ്ലസ് ഇമോഷൻ ആണ് ഒരു ആർക്കിടൈപ്പിന്റെ ഇൻഗ്രീഡിയൻസ്. അത് പോസിറ്റീവായിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് ടെമ്പിൾസിൽ, തന്ത്രത്തില് മണിയടി, ധൂപദീപം, കാഴ്ച, കേൾവി, ഭക്തി എന്നുള്ള കെമിക്കലും കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ഡയറ്റിയെ ഇവോക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് ആ വൈബ്രേഷൻ നമ്മളിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തുമ്പോൾ അതിലേക്ക് എത്തും. മറ്റേത് നെഗറ്റീവ് ആളിലേക്ക് വന്ന് കയറും, വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 5 സെൻസ് ഭയം കൂടെ വന്നു കഴിഞ്ഞാൽ കയറും. ഹൈ ഡോസിൽ അഡ്രിനാലിൻ ട്രിഗറായിട്ട് ഇടയ്ക്കിടയ്ക്ക് വേറെ ആളായിട്ട് സംസാരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വായിക്കാനും വീണതാണ്, ഇടയ്ക്കിടയ്ക്ക് വേറെ ആളായിട്ട് സംസാരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പം ഇത് ഈ കെമിക്കൽ കോമ്പിനേഷൻസിലാണ് ഇവർ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ആളുകളുടെ മുഴുവൻ പ്രശ്നങ്ങളും തുടങ്ങുന്ന അവിടുന്നാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ലല്ലോ, ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന 4ാമത്തെ സ്റ്റേജിലല്ലേ. ഒരു വേദന വന്ന് പോയി നോക്കുമ്പോൾ അവിടെ ഒരു മുഴ, ക്യാൻസർ ഉണ്ട്, 4ാമത്തെ സ്റ്റേജാണ്. അപ്പോഴാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. പക്ഷെ ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ മനോമയത്തില്, അന്നമയത്തിൽ, ഈ എനർജി വേൾഡില്, പ്രാണമയ കോശത്തിലാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് മനോമയത്തെ ബാധിച്ചിട്ട് അന്നമയത്തെ ബാധിച്ച് വേദന എടുക്കുമ്പോഴാണ് നമ്മളിത് പോയി ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കൃത്യമായി മെഡിറ്റേറ്റ് ചെയ്ത് ഈ പഞ്ചകോശ ശുദ്ധി ഫോളോ ചെയ്യുന്ന ഒരാളിന് ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ വരുമ്പോ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ പോസിറ്റീവ് വൈബ്രേഷനെ അവിടെ ഇംപ്ലാന്റ് അക്യുമുലേറ്റ് ചെയ്താൽ, ഇവോക്ക് ചെയ്താൽ ഈ നെഗറ്റീവ് ഇറങ്ങി പോകും അതിന്റെ പാട്ടിന്. ഇല്ലെങ്കിൽ ഇത് അവിടെ ഇരുന്നിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പൊ അത്രയും വലിയൊരു ശാസ്ത്രമാണ് ഇവിടെ ആൾറെഡി ഉള്ളത്. ഞാൻ പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല, ആൾറെഡി ഉള്ള ശാസ്ത്രത്തെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുന്നുള്ളൂ. സയൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആളുകൾക്ക് അതിപ്പോ മനസ്സിലാവും, അവരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റും അതിലൂടെ.
അപ്പൊ അങ്ങ് പറഞ്ഞത് തന്നെയാണ് സൈക്കോളജിയില് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിലും നമ്മൾ എല്ലാം കണ്ടുവരുന്നത് എല്ലാം അല്ലെ. എല്ലാം ഇതാണ് മനോമയത്തിൽ നിന്ന് തുടങ്ങി ഈ 5 എല്ലാം കോശങ്ങളിലെത്തി ഇതാണ് നമ്മൾ ശരീരത്തിൽ ക്ലിയർ ആയിട്ട് തന്നെ അസുഖങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും. രോഗിക്ക് അത് അനുഭവപ്പെടുന്നുമുണ്ട്. പലപ്പോഴും നമ്മൾ സൈക്കോളജിസ്റ്റുകൾക്ക് അതൊരു ചാലഞ്ചായിട്ട് വരാറുമുണ്ട്. ഇത് തന്നെയാണ് അങ്ങ് വളരെ ശാസ്ത്രീയമായിട്ട് വ്യക്തമാക്കി തന്നിരിക്കുന്നത്. ഇപ്പോൾ 2-3 കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ദേവത എന്ന് പറയുന്ന ആർക്കിടൈപ്പ്, അതിനെ നമ്മൾ എങ്ങനെ പോസിറ്റീവ് ആക്കി നമ്മുടെ മനോമയ കോശത്തിലേക്ക് കടത്തിവിടാം. അങ്ങ് പറഞ്ഞു 5 ഡാറ്റയും ഒരു ഇമോഷനും. ആ ഭക്തി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇമോഷനും കൂടി ചേരുമ്പോഴാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ഒരു പോസിറ്റീവ് ആർക്കിടൈപ്പിനെ നമ്മൾ നമ്മുടെ ഉപാസനയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോട്ട് മനസ്സിലോട്ട് കൊണ്ടുവരുന്നത്. ഈ ഉപാസനാ ക്രമമാണ് അങ്ങ് കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും സന്തോഷവാനായിട്ട് പ്രാണശക്തിയാൽ നിറഞ്ഞിരിക്കുമ്പോൾ ആ വ്യക്തിക്കും സമൂഹത്തിനും ഒരുപാട് ശാന്തിയും സമാധാനവും കിട്ടുന്നു. ഇതാണ് അങ്ങ് സമൂഹത്തിന് നൽകുന്ന വലിയൊരു സേവനം എന്ന് തന്നെ പറയാം, അഥവാ യജ്ഞമെന്ന് തന്നെ പറയാൻ തോന്നുകയാണ്. കാരണം ഞാൻ ഒരുപാട് രോഗികളുമായിട്ടുള്ള അങ്ങയുടെ ഇൻ്റർവ്യൂകൾ ഒക്കെ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഈ ബാധ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള നെഗറ്റീവ് ആർക്കിടൈപ്പുകളെ അവർ ഡീൽ ചെയ്തിട്ട് ആ ഒരു ബാധയെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയെ ഡീൽ ചെയ്യുന്നതും അതിനെ അങ്ങ് താന്ത്രികമായിട്ടും എന്നാൽ മനഃശാസ്ത്രപരമായിട്ടും ഒഴിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഗെറ്റിംഗ് റിഡ് ഓഫ് ദാറ്റ് എനർജി എന്നുള്ളത് കണ്ടിട്ടുണ്ട്. ഈ ബാധയെ കുറിച്ചിട്ട് അങ്ങൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ, പ്രത്യേകിച്ചും താന്ത്രിക തലത്തില്? താന്ത്രിക തലത്തിൽ ഇത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇത് എനർജി വൈബ്രേഷൻസ് ആണ്. ഇവർക്കാർക്കും ഫിഗർ ഇല്ല. അപ്പം ശരിക്കും നമ്മൾ സൈക്കോളജിയിലെ തലത്തിൽ നോക്കിയാൽ ഇതിനെ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, DID എന്നാണ് DSM-5 ഇറങ്ങിയപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെയാണ്. രണ്ടായിട്ട് നിൽക്കുന്നത് സ്പ്ലിറ്റ് എന്ന് പറയും. രണ്ടിലധികം വരുമ്പോൾ അത് മൾട്ടിപ്പിൾ എന്ന് പറയും. അപ്പോ ശരിക്കും ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിന്റെ ഡെപ്തിനെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഞാനിപ്പോ മാഡത്തിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കുകയാണ്. യു ആർ ഗോയിങ് ടു ഡീപ് സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ കഴിഞ്ഞു, സിനിമയിലൊക്കെ കാണുന്നോട്ട് ഉറക്കെ കഴിഞ്ഞു. മാഡത്തിന്റെ പേഴ്സണാലിറ്റി എവിടെയോ പോയി ഒളിച്ചു ഉറങ്ങി കിടക്കുക. ഈ ബോഡി എന്റെ ബോഡിയായിട്ട് എനിക്ക് യൂസ് ചെയ്യാം. കൈവെക്ക് കൈവെക്കും, ചിരിക്കാൻ പോകുക ചിരിച്ചു, കരയാൻ പറഞ്ഞാൽ കരയും, അല്ലെ? ഇന്ന പോലെ പറയാൻ പറഞ്ഞാൽ അങ്ങനെ പറയും. അവിടെ ചോദ്യങ്ങളില്ല. സബ് കോൺഷ്യസ് മൈൻഡ്. സത്യം. കോൺഷ്യസ് മൈൻഡാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് ഉറങ്ങി കഴിഞ്ഞാൽ ചോദ്യമില്ല. ആ ബോഡി എന്റെ ബോഡിയായിട്ട് എനിക്ക് ഉപയോഗിക്കും. അങ്ങനെ അങ്ങനെ മാഡം അത് കഴിഞ്ഞിട്ട് ഉണർന്നു കഴിഞ്ഞു ഞാൻ പിന്നെയും ഇങ്ങനെ ചെയ്യാമെന്ന് എന്ത് പറയും? അത് വേണ്ട, എന്റെ ശരീരം എനിക്കുള്ളതാണ്, നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയും. പഞ്ചഭൂതങ്ങളാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി എന്ന് തുടങ്ങിയ പഞ്ചഭൂതം. അതില് ജലതത്വവും ഭൂമിതത്വമാണ് ഈ ശരീരം, ഇപ്പൊ കാണുന്ന ഈ ശരീരം. അഗ്നി, വായു, ആകാശം എന്ന് പറയുന്നത് 3 ചേരുന്നതാണ് മൈൻഡ്. കളർ ഇല്ലാത്ത കളറിലല്ലേ നമ്മൾ സ്വപ്നം കാണാം. അഗ്നി, വായു, ആകാശം 3 ചേരുന്നു. അഗ്നി എന്ന് പറഞ്ഞാൽ പ്രാണനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്റെ ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം ഇപ്പൊ ഞാൻ മറിഞ്ഞു വീണ് മരിച്ചാൽ ഇതെടുത്ത് കത്തിക്കും. ജലതത്വം ഭൂമിതത്വമായ ഈ സാധനം ചീത്തയാവുന്ന സാധനം കത്തിക്കും. ചീത്തയാവാത്ത എന്നെ കൊണ്ട് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി അവിടെ. ഈ പേഴ്സണാലിറ്റി ശരീരത്തിൽ നിന്ന് ഫ്രീ ആയി മനസ്സിന്റെ ലോകത്ത് സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പൊ മൈൻഡിൽ നിന്നും മൈൻഡിലേക്ക് ഇത് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ എവിടെയാണോ വീക്ക് പേഴ്സണാലിറ്റി സജസ്റ്റബിൾ ആയിട്ടുള്ളത് അവിടെ ഹിപ്നോട്ടൈസ് ചെയ്യും, എന്നിട്ട് ആ ബോഡി എടുക്കും. അതാണ് നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണുന്നത്. എന്റെ ലാപ്ടോപ്പിലൊക്കെ ഒരുപാട് വീഡിയോസ് അങ്ങനെയുണ്ട്. ഡെയിലി മിക്കവാറും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബോഡിയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് ഇതിനെ ഒഴിവാക്കുമ്പോൾ പറയും 15 കൊല്ലമായി കൂടെ കൂടിയിട്ട് ഇന്നൊക്കെ ചെയ്യുന്നു. അപ്പോഴേ ഇവരെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഞെട്ടിപ്പോകുന്നത്, ശരിയാ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് എന്താണെന്ന് എനിക്ക് കാരണം അറിയത്തില്ലായിരുന്നു, ഇവരിങ്ങനെ ചെയ്താന്നുള്ള എനിക്ക് അന്നേരമാണ് അവർക്ക് ഇത് മനസ്സിലാക്കുന്നത്. പിടിയിട്ടുണ്ടായിരുന്നു. അപ്പോ
ഇത്തരത്തില് ആ, ആളുകള് ശരിക്കും ശരീരം നഷ്ടപ്പെട്ട മനസ്സുകളുണ്ട്. ഞാൻ പ്രേതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾ. നമ്മൾ എളുപ്പം വിചാരിക്കുന്നത് ചോര സാരിയൊക്കെ കൊടുത്ത് ചോര പിടിക്കുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഗോസ്റ്റ്, ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കണ്ട ഗോസ്റ്റ്, അങ്ങനെയൊക്കെ മുടിയൊക്കെ കഴിച്ചിട്ട് വന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന അങ്ങനൊന്നുമില്ല. പക്ഷേ ശരീരം നഷ്ടപ്പെട്ട മനസ്സുകൾ, അതുകൾ ചുറ്റുമുണ്ട്. അത് നിങ്ങൾ പ്രോസസ് ചെയ്യുകയും ചെയ്യും. കാരണം അവർ പറയുന്ന ഡേറ്റയൊക്കെയാണ്. എന്റെ ഹിസ്റ്ററി ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞ സാധനം ഒരു പയ്യന്റെ ബോഡി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൂപ്പൻ പറഞ്ഞ സാധനം ഒരു പയ്യന്റെ ബോഡി വന്നിട്ട് അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ തള്ളാന്ന് പറയൂലേ. അപ്പൊ എന്റെ ഹിസ്റ്ററി ഞാൻ ആർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ അത് എന്നോട് വിളിച്ചു പറയും. തിരുമേനി, അപ്പൊ ഒരു മിനിറ്റ് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നേരത്തെ പറഞ്ഞ ഡിസോസിയേറ്റീവ് പേഴ്സണാലിറ്റി അഥവാ ഈ ബാധ കയറുന്നത് പോലെയുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നത്, ഇത് നമ്മുടെ ഭാരതീയ ഒരു മനഃശാസ്ത്രത്തിൽ മാത്രമല്ലല്ലോ, വെസ്റ്റേൺ കൺട്രീസിലും അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഡ്രോപ്പ് ഡെഡ് ഫ്രെഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയിലെല്ലാം കുട്ടികളുടെ ഒപ്പം എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരാൾ കൂടെയുള്ളത്, അവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടെയുള്ളതും അതിന് ചികിത്സയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നവരുടെയൊക്കെ കൂട്ടത്തിൽ ഈ വ്യക്തി കൂടെയുള്ളതായിട്ടൊക്കെയുള്ള ഒരുപാട് ചിത്രീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് വെസ്റ്റേൺ സമൂഹത്തിലും അല്ലെങ്കിൽ ഭാരതത്തിലും അല്ലാതെയും പുറത്തും അനുഭവപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ബാധ, ഉപദ്രവം എന്നൊക്കെ പറയുന്നത്. അത് അങ്ങ് പറഞ്ഞതുപോലെ ശരീരമില്ലാത്ത ഒരു മനസ്സ് അഥവാ എനർജി അവരെ പൊസസ് ചെയ്യുന്നു. അത് അവരുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് ശാസ്ത്രീയമായിട്ട് അതിനെ ഒഴിപ്പിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നത്. ടോക്ക് തെറാപ്പി അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിയിൽ കൂടെയും അങ്ങയുടെ രീതിയിലാകുമ്പോൾ അതിനെ താന്ത്രികമായിട്ട്, ടെക്നിക്ക് എന്ന് തന്നെ പറയാം, തന്ത്രം എന്ന് പറയുമ്പോൾ ടെക്നിക്ക് തന്നെയാണ്, വളരെ ടെക്നിക്കലായിട്ട് അങ്ങ് അതിനെ ഒഴിപ്പിക്കുന്നു. ഇത് പറയുമ്പോൾ അങ്ങ് ഇനി തുടരാം അങ്ങേക്ക്. ഞാൻ ഈ വെസ്റ്റേൺ ഒരു കോൺസെപ്റ്റും കൂടെ അതിൽ മിക്സ് ചെയ്തു എന്ന് മാത്രം. ഇനി അങ്ങയുടെ നോർമലി അതിനകത്ത് പക്ഷെ മനസ്സിലാക്കുന്ന സംഗതി, ഇന്ന് അതിന് നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മളിപ്പോൾ സൈക്കോ തെറാപ്പിയിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കുന്നു, റാഷണലി മോട്ടീവ് ബിഹേവിയർ തെറാപ്പി RMET കൊടുക്കുന്നു. ഇതുകൊണ്ടൊന്നും ഇങ്ങനെയുള്ള കേസ് മിക്കപ്പോഴും റെഡിയാവാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളിപ്പോ ഇവര് കുറെ ഉപദേശം കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെക്കാൾ അറിവുള്ളവരാണ് പലരും നമ്മുടെയൊക്കെ വരുന്നത്. മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നവരാണ് മറ്റുള്ളവരെ. യു ക്യാൻ വിൻ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള, കാരണം ഇത് നിസ്സഹായാവസ്ഥയാണ് പലപ്പോഴും. കാരണം അവർക്ക് അറിഞ്ഞുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. അവർക്ക് ബി പോസിറ്റീവ് എന്നൊന്നും നടക്കുന്നില്ല. കൗൺസിലിംഗ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടാണ് ഈ വരുന്നത്. ഒരാളിരുന്ന്, ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിന്യൂസ് ഉറങ്ങി വീഴുവാണ്, 1 മിനിറ്റ് പോലും നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ഇയാളെങ്ങനെ കൗൺസിൽ ചെയ്യും? അത് സൈക്യാട്രി മെഡിസിൻ എടുത്തു, എല്ലാം എടുത്തിട്ടും പറ്റാതെ, എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടും പറ്റാതെ വന്ന കേസ് നമ്മളിത് ഹീൽ ചെയ്ത് മാറ്റി കഴിഞ്ഞപ്പോൾ അയാളോട്ട് ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പം ഇയാളെ ഉറക്കിക്കൊണ്ടിരുന്ന എന്താണ്? എസ്തീനിയ പോലെയുള്ള കണ്ടീഷൻസ് അല്ലെ തിരുമേനി? ഇപ്പൊ എസ്തീനിയ പോലെയുള്ള കണ്ടീഷൻസ് അല്ലെ, എസ്തീനിയ കാരണമില്ലാത്ത ക്ഷീണം എന്നുള്ള ഒരു മിക്കപ്പോഴും സൈക്കോസോമാറ്റിക് അല്ല ഇങ്ങനെയുള്ള. അപ്പം ശരിക്കും ഇതിനൊന്നും മെഡിക്കൽ സിസ്റ്റത്തില് ട്രീറ്റ്മെന്റ് ഇല്ല. മരുന്ന് കൊടുക്കാന്നുള്ളേ ഉള്ളൂ. മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ മരുന്ന് കഴിക്കുമ്പോൾ കുറച്ചു നേരം വയലന്റ് ആവാതിരിക്കുന്നുള്ളേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെയും പ്രശ്നമാണ്. കാരണം ഉള്ളിലുള്ള സാധനം പോയിട്ട്, ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ പ്രോബ്ലം, നോട്ട് എക്സ്റ്റേണൽ പ്രോബ്ലം. എക്സ്റ്റേണൽ പ്രോബ്ലം ആണ് മരുന്ന് കൊടുക്കണം, പക്ഷെ ഇതങ്ങനെയല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃത്യമായ പരിഹാരങ്ങളില്ല. എല്ലായിടത്തും പോയിട്ട് അവസാനമാണ് നമ്മുടെയൊക്കെ വരുന്നത്. കാരണം അവിടെ ഒന്നും പറ്റാതെ വന്നിട്ടാണ് വരുന്നത്. ഒരുമാതിരിപ്പെട്ട പലതും ഒരു മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കയറി പോകുന്നവരുണ്ട്, ഇല്ലെന്നല്ല. നമ്മൾ തന്നെ മരുന്നിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിടും, സൈക്കാട്രിയിലേക്ക് റെഫർ ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും. അല്ല, നമുക്കിതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ പലതിനും അവിടെയും സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോഴാണ് നമുക്ക് ഈ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ട് വരുന്നു, ഇത് എങ്ങനെ വരുന്നു എന്നും കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടി വരുന്നു. അപ്പോഴാണ് ആ സൊല്യൂഷൻസിലേക്ക് നമ്മൾ എത്തുന്നത്, ഹീലിംഗിന്റെ പ്രോസസ്സിലേക്ക് ഇവിടെ കടന്നു പോകേണ്ടി വരുന്നത്. എന്നിട്ട് അങ്ങനെ ഹീൽ ചെയ്താൽ മാത്രം പോരാ, പേഴ്സണാലിറ്റി സ്ട്രെങ്തൻ ചെയ്യുകയും വേണം, സജസ്റ്റബിലിറ്റി കുറയ്ക്കണം. ഹിപ്നോട്ടിക് സജസ്റ്റബിലിറ്റി കൂടുതൽ കിടക്കുന്നതല്ല ഇത് പ്രോസസ് ചെയ്യുന്നത്. വീഡിയോകളിൽ അത് കണ്ടിട്ടുണ്ട്. അതായത് വളരെയധികം സൈക്യാട്രി ട്രീറ്റ്മെന്റിനൊക്കെ പോയ കേസുകളാണ് ഒടുവിൽ ഈ ഒരു താന്ത്രികമായിട്ടുള്ള ഒരു സൊല്യൂഷനിൽ പെട്ടെന്ന് തന്നെ അവരുടെ പേഴ്സണാലിറ്റി
മാറിയിട്ട് ഈ ഒരു ബാധ അല്ലെങ്കിൽ അവരെ പൊസസ് ചെയ്തിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും മോചിപ്പിക്കുന്ന അല്ലെങ്കിൽ മോചനം കിട്ടുന്ന ഒരവസ്ഥ നേരിട്ട് ഒരുപാട് വീഡിയോകളിൽ കാണാൻ സാധിക്കുന്നു. ശരിക്കുള്ള ഒരു കേസ് ഹിസ്റ്ററി ആയിട്ട് തന്നെ അങ്ങ് ആ റെക്കോർഡ്സ് എല്ലാം വെച്ചിട്ടുമുണ്ട്, തെളിവായിട്ട് ഉണ്ട്. വ്യക്തമായിട്ട് ആൾക്കാരുടെ പേരും എല്ലാം സൂചിപ്പിക്കുന്ന രീതിയിൽ അങ്ങയുടെ കയ്യിൽ ഉള്ളതുമാണിത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇന്ന് ഈ ഒരു താന്ത്രിക വിദ്യ അങ്ങേക്ക് അനുഗ്രഹീതമായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു അറിവ് ഇന്നത്തെ മനഃശാസ്ത്രത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഭാരതീയ സമൂഹത്തിൽ എത്രത്തോളം അങ്ങേക്ക് ഇത് കൊടുക്കാൻ സാധിക്കും? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് നിരാശയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ഇവിടെ നമ്മളിപ്പോ ഒരു PhDക്ക് നമ്മളൊരു സബ്ജക്റ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ ഈ അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ ഒരു 3-4 വെട്ടി കണ്ടിച്ച് ഒരു സാധനം ഉണ്ടാക്കിയാൽ ഞങ്ങൾ ഒപ്പിട്ട് തരാം. അല്ലാതെ ഈ പുതിയ സാധനമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, മനുഷ്യന് സ്വസ്ഥ കളയാനായിട്ടെന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് പൊതുവെ ഗൈഡുകളായാലും അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള എല്ലായിടത്തും കിട്ടുന്നത്. ഇപ്പൊ ഒരു USA ആരെങ്കിലും ഒരു കാര്യമായി റിസർച്ച് ചെയ്യാൻ വന്നാൽ അവിടെ ഫുൾ സപ്പോർട്ടായിരുന്നു. ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഫണ്ടിങ് അടക്കം അല്ലെ, ഒരു അവർക്ക് ഫണ്ടിങ് അടക്കം ഉണ്ടാവും, നിരുത്സാഹപ്പെടുത്താതെങ്കിലും ഇരിക്കും കുറഞ്ഞ വർഷം. ഇത് ഇവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര ജാടി, ഭയങ്കര ബഹളവും എന്ന് വേണ്ട, ഇത് അവരെല്ലാം തികഞ്ഞവരാന്നുള്ള രീതിയാണ് ഗൈഡന്മാരെല്ലാം. ഇവരൊക്കെ ഒരു സാധനം ഒപ്പിട്ട് തരണമെങ്കിൽ തന്നെ മഹാരാജാവിന്റെ പവറാണ്. ഇവരോടൊന്നും നമുക്കൊന്നും മര്യാദക്ക് സംസാരിക്കാൻ പോലും കിട്ടത്തില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പണിയില്ലയോ, നിങ്ങൾ എന്തെങ്കിലും എളുപ്പമുള്ള കാര്യം ചെയ്യും, ഈ ബുദ്ധിമുട്ടുള്ള എന്തിനാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ശരിക്കും നമ്മുടെ ആളുകളായി കഴിഞ്ഞാലും നമ്മളിപ്പോ ഈ ഒരു സാധനം ഇപ്പൊ ഈ വീഡിയോയ്ക്ക് തന്നെ അതിൽ തന്നെ എന്തൊക്കെ തെറി നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന് നമുക്ക് കണ്ടറിയാം. പണിയെടുത്ത് ജീവിക്കണം, ആളുകളെ പറ്റി ജീവിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞ് തുടങ്ങും. അതായത് നമുക്കറിയാത്തതൊന്നും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രബുദ്ധരുടെ ഒരു. അപ്പൊ പഠിക്കുന്നില്ല, പഠിച്ചിട്ട് മനസ്സിലാക്കാൻ പറഞ്ഞെങ്കിലും പറഞ്ഞാൽ ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ പിന്നെ നമ്മൾ ഇതൊന്നും നോക്കാതെ ഒരു പോക്കങ്ങ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ലെഫ്റ്റ് റൈറ്റ് നോക്കുന്നില്ല, ആളുകൾ എന്ത് പറയുന്നതൊന്നും നോക്കുന്നില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നു. അത്രേ നമുക്ക് പറ്റത്തുള്ളൂ എന്നുള്ളേ ഉള്ളൂ. അപ്പോ അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് അത് കിട്ടുന്നു, ആളുകൾ അത് പ്രയോജനപ്പെടുത്തുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നത് മതി. ആവശ്യമില്ലാത്ത എന്തോ പറയട്ടെ, നമ്മളത് നോക്കുന്ന കാര്യമില്ല. തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ ഒരു ആശങ്കയാണ്, ആഗ്രഹമാണ്, അതിനെക്കുറിച്ചിട്ട് ഞാൻ അങ്ങയോട് സംസാരിക്കുകയാണ്. കാര്യം ഇത്ര ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറ അങ്ങേക്കുണ്ട്, വിദ്യാസമ്പന്നനാണ്, മനഃശാസ്ത്രത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദമുണ്ട്, അതിലിപ്പോൾ മനഃശാസ്ത്രത്തിൽ തന്നെ അങ്ങ് ഡോക്ടറേറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താന്ത്രികത്തിലും അങ്ങയുടേതായ രീതിയിലുള്ള ജ്ഞാനമാർജിച്ച ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ തന്നെയല്ലേ നമ്മുടെ റിസർച്ച് ഫീൽഡിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു സർവകലാശാല എന്നുള്ള തരത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെങ്കിലും സ്ഥാപിച്ച് ഇതിനെ കൂടുതൽ ഇതുപോലെയുള്ള തൽപര മനസ്സുകളെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി ഭാരതീയ മനഃശാസ്ത്രത്തിനെ ലോകത്തിന് സംഭാവന ചെയ്യേണ്ടത് ഈ താന്ത്രികവുമായി മിക്സ് ചെയ്തുകൊണ്ട്. കാരണം അങ്ങേക്ക് ഒരുപാട് കേസ് ഹിസ്റ്ററി അതിന് പിൻബലമായിട്ടുണ്ട്, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞാനമുണ്ട്, വളരെ തെളിവോട് കൂടിയിട്ടും ശാസ്ത്രീയമായിട്ടുമാണ് അങ്ങ് ഓരോ കേസുകളും ഡീൽ ചെയ്യുന്നതും ആ ഒരു അറിവ് സമൂഹത്തിന് നൽകുന്നതും. ഇപ്പോൾ തേടിയെത്തുന്നവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതിലപ്പുറം തേടിയെത്താൻ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉള്ള രീതിയിൽ ഇത് വിപുലീകരിക്കേണ്ടതല്ലേ? കാരണം ഒരു ഗവേഷണ തൽപരയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്ന നമ്മളെ വീഡിയോസിലാണ് പറഞ്ഞിട്ടുണ്ട്, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനുള്ള താല്പര്യമുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നമ്മൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണമല്ലോ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് പലപ്പോഴും അതിനകത്തിൽ നമുക്കൊരു ഇത് വരുന്നത് ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവാതെ ആളുകൾ മുൻവിധിയോട് പോകുന്നത്. ഇത് ആരാണ് ഇത് പഠിക്കുന്നതെന്ന് അറിയും? ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആരാണ് പറയോ? താല്പര്യമുള്ളവർ മാത്രം. ആർക്കാണ് താല്പര്യം? പ്രശ്നമുള്ളവർക്ക് മാത്രമാണ് താല്പര്യം. തീർച്ചയായിട്ടും. ഇപ്പൊ മാഡത്തിന് ഒരു പ്രശ്നമുണ്ട്, മാഡത്തിന് ഉറക്കം വരുന്നില്ല, നെഞ്ചിന് വേദന, വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, തലവേദന, അല്ലെങ്കിൽ ഇത് എക്സ്റേ എടുത്തു കഴിയുമ്പോൾ ഒരു കുന്തവും കാണാനില്ല,
ECG ഒരു 10-20 എണ്ണം എടുത്തു. ഒരു 35 ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. സ്കിൻ പ്രോബ്ലംസ് ആണെങ്കിൽ ഒഴിഞ്ഞിട്ട് സമയമില്ല. എപ്പോഴും ഗ്യാസ്, വയറ് വീർത്ത് വരുന്നു, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തലവേദന മാറുമ്പോൾ വയറുവേദന, വയറുവേദന മാറുമ്പോൾ പെടലി വേദന, കൈ കഴച്ചൊടിയും, രാത്രി ഉറക്കവേ ഇല്ല. ഒരു 3 മണി 4 മണിയായിട്ടാണ് ഉറങ്ങുന്നത്, 2 മണിക്കൂർ ഉണർന്നിരിക്കുക. എന്തെങ്കിലും ചെയ്താൽ പ്രശ്നം, ചെയ്തില്ല കുഴപ്പമില്ല. നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് എങ്ങോട്ടെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തലവേദന. ആളുകളെല്ലാം വെറുക്കുന്നു. പിന്നെ അകാരണമായ സ്ട്രെസ്സോ ആങ്സൈറ്റി, വണ്ടി മറിയോ എന്നുള്ള പേടി, വണ്ടിയിൽ കയറിയ, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം. അത് OCD ആണെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുത്ത് മരുന്ന് കഴിച്ചു, കൗൺസിലിംഗ് ചെയ്തു, മാറിയില്ല. ഇങ്ങനൊക്കെയാണ് സംഭവം വരുന്നത്. ഇത് 10 വർഷമായി 15 വർഷമായി ആത്മഹത്യ ചെയ്യാൻ പോവുക. അങ്ങനെ പലരും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു മാറും. ആർക്കും മനസ്സിലാവുന്നില്ല, ആരോട് പറഞ്ഞിട്ട് ഒരാൾക്ക് പോലും അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ഡോക്ടർമാരെ കണ്ട അവസാനം വീട്ടുകാരും മടുക്കും. വീട്ടുകാർ പറയും, നിനക്ക് തോന്നല, നീ അതിന് സൈക്കാട്രി മെഡിസിൻ എടുക്കണം, സൈക്കാട്രിക് മെഡിസിൻ കൊടുക്കുന്നു, എന്നിട്ട് ബന്ധിപ്പിച്ചിടുന്നു, പ്രശ്നം മാറുന്നില്ല. മരുന്ന് നിർത്തുമ്പോൾ പിന്നെ പ്രശ്നം, മരുന്ന് കഴിച്ച് വീർത്തു വരുന്നു, 100 മറ്റു പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിയും ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട്. തീർച്ചയായിട്ടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കൂ? ഈ വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ട് പറയുന്ന ആളുകൾ പറയുന്നത് ഇതിന് വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, സൈക്കോളജിസ്റ്റുകളെ കാണിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അവിടെ ഇടുന്ന കമന്റുകളാണ്, നിങ്ങൾ ഇത് ഈ കുട്ടിയെ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം, സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. തിരുമേനി പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തെളിവുകളോടുകൂടി പറയാൻ സാധിക്കും. ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങൾ, അതായത് വിഷാദ രോഗങ്ങളിലെല്ലാം എത്രയോ നാള് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് എടുത്ത വ്യക്തികളാണ് ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മൾ കാണാറുണ്ട്. അവർ ഒരിക്കലും ഒരു സൈക്യാട്രിസ്റ്റ് ഗ്യാരണ്ടി തരുന്നില്ല ഈ വ്യക്തി ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ അവിടെ തന്നെ നമുക്കറിയാം അപൂർണമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അതിലുമൊക്കെ എത്രയോ പൂർണ്ണമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഈ ഒരു താന്ത്രികവും മനഃശാസ്ത്രവും മിക്സ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും. അപ്പൊ അപ്പം ശരിക്കും പറഞ്ഞ ആളുകളെ ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടി നിൽക്കുന്ന പ്രശ്നമുള്ള, നമ്മുടെ ചോദ്യം എന്താ പറഞ്ഞേ? ഈ ഒരു ഗവേഷണത്തിന്റെ പ്രാധാന്യം, ഈ ഒരു സ്ഥാപനം അപ്പൊ നമ്മൾ ഇതിനുള്ള സൊല്യൂഷൻസ് നമ്മള് അതാ ഞാൻ പറഞ്ഞ, ആരാണ് അന്വേഷിച്ച് വരുന്നത്? ഇങ്ങനെ നിൽക്കുന്നവരാണ് നമ്മൾ അന്വേഷിച്ച് വരുന്നത്. അപ്പം ശരിക്കും അവര് വന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യം നടക്കത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ശരിക്കും മറ്റുള്ള ആളുകളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടത്. അവരെന്ന് പറഞ്ഞാൽ ആളുടെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന, അവർക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പൊ അവർക്ക് കോപ്പറേറ്റ് ചെയ്ത് പോകാം, അവർക്ക് മരുന്നില്ലാതെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകാം. അത്രേ അവർക്ക് പറ്റത്തുള്ളൂ. അവർക്ക് ഇതിനകത്ത് റിസർച്ച് ചെയ്യാനൊന്നും പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. അവര് വല്ലച്ചാതി അവരൊന്ന് നേരെ ആയി, ഇപ്പൊ ഒരു ആശ്വാസമായി. എനിക്ക് ഇനിയും വേറെ ഒന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ പോയാൽ മതി, വലിയ കുഴപ്പമില്ലാതെ, അത്രയൊക്കെ ആയിരിക്കും ഇവര് വിചാരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അതിൽ വിരലിൽ എണ്ണാവുന്ന 1, 2, 3 പേരായിരിക്കും അതിനെക്കുറിച്ച് പഠിച്ച് റിസർച്ച് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നത് ചിലപ്പോ. തീർച്ചയായിട്ടും എല്ലാരും അവരവരുടെ മേഖലയെ പിന്നെ വർക്ക് ചെയ്യല്ലേ. അത് ഈ പല ആൾക്കാരും 10-20 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അവർക്കൊന്നും ഇനി കോഴ്സ് പഠിക്കാനോ ഇതിലൊന്നും പോകത്തുമില്ല. അവരവരുടെ ജോലി കുഴപ്പമില്ലാതെ ചെയ്തു പോവാ, അത് മതി. നമ്മളും അതാ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ആര് പഠിക്കണം? ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്? ആരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ആരാണ് ചെയ്യേണ്ടത്? അവിടെ പ്രശ്നമുണ്ട്. അവിടെ അതാണ് അതിനകത്തുള്ളൊരു വലിയൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നത്. ഇത് ആര് പഠിക്കണം എന്നുള്ളതാണ്. കാരണം സൈക്കോളജിസ്റ്റുകള്, സൈക്യാട്രിസ്റ്റുകള് മൈ ഫൂളിഷ്നെസ് ഈസ് മൈ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന രീതിയിലുള്ളവരാണ് പലരും. എല്ലാവരും അല്ല, പല ആളുകളും. അവർക്ക് ഇവരെ കണ്ടുകൂടാ. സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ കണ്ടുകൂടാ, സൈക്കാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കണ്ടുകൂടാ. താന്ത്രികന് സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും പുച്ഛം, സൈക്കാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റിനും താന്ത്രികരെ പുച്ഛം. ഇതെല്ലാം കൂടെ ഒരിക്കലും ഒന്നിക്കാൻ പോകില്ല. മെഡിക്കൽ ഡോക്ടർമാർക്ക് ഇവരെല്ലാം പുച്ഛം. സത്യം. ഈ ഒരു പുച്ഛത്തിന്റെ കളിയാണ്.
അപ്പൊ ഇത് എന്നാൽ ആര് ഇതെല്ലാം പഠിക്കണം അതിനെ കുറിച്ച്? കോംപ്ലിമെന്ററി ആണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാതെയുള്ള ഒരു പ്രശ്നമാണല്ലേ ആ തീർച്ചയായിട്ടും ഇത്. ഇവ കാരണം ഇത് ഒരിക്കലും ഇവരൊന്നും ഒന്നിക്കാൻ അതെ പോകുന്നില്ല. ഒരിക്കലും ഇവരൊന്നും ഒന്നിക്കുക, ഇവരെല്ലാം ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പക്ഷെ ഇവർ നടക്കും. ഒരിക്കലും അതെ ഇവരാരും ഒന്നിക്കാൻ പോകുന്നില്ല. അതെ അതെ. എന്തായിരുന്നാലും ഇത്രയധികം സമയം ഇത്രയും തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി 1 മണിക്കൂറിലധികം നൽകിയ തിരുമേനിക്ക് എൻ്റെയും നമ്മുടെ ചാനലിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം അങ്ങയോട് സംസാരിക്കുന്നതിൽ നിന്ന് ഒരുപാട് ഇന്നത്തെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു ഫൈനലായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്, ഇപ്പോഴത്തെ നമ്മളുടെ ഈ പറയുന്ന അസുഖങ്ങളുടെ ഈ കാര്യങ്ങൾ, അസുഖം മാത്രമല്ല മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അതിനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള ഈ പദ്ധതികളുടെ കാര്യങ്ങളുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് എങ്ങോട്ട് പോകണം എന്നൊരു വിഷൻ ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കുമെന്നാണ്. അതിനെ ഞാൻ ഇത് പറഞ്ഞത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് പറഞ്ഞത്. അതൊരു പ്രോബ്ലം പറഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സമീപിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാറണം. ഈ പ്രശ്നം, ഈ സിറ്റുവേഷൻ മാറിയിട്ട് ഭാരതത്തില് ഭാരതത്തിന്റെ തനതായിട്ടുള്ള ഇതെല്ലാം ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ഒരു പദ്ധതികൾക്ക് ഭാരതം രൂപം കൊടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സംഭവം ഭാരതത്തിനെ ടോപ്പിലെത്തിക്കും. കാരണം ഞാൻ പറഞ്ഞു, അറിവ് എന്ന് പറയുന്നത് ആണ് ഭാരതത്തിന്റെ എക്കാലത്തെയും ശക്തി. അപ്പൊ ആ അറിവ് ആളുകളിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് എത്താൻ ഇന്നത്തെ വേദമായിട്ടുള്ള മോഡേൺ മെഡിസിൻ അല്ലെ സയൻസ്, ഇന്നത്തെ വേദമാണ് സയൻസ്. ഈ സയൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ, അത് സ്യൂഡോ സയൻസ് അല്ല, വെറുതെ നമ്മൾ നാസയുടെ ഗണപതിയോഗം നടത്തുന്നു എന്നൊക്കെ പറയുന്നതല്ല. ശരിക്കും ശാസ്ത്രീയമായി സയൻസിന്റെ റിസർച്ച് മെത്തഡോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഭാരതീയമായ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് തമ്മിൽ ക്ലബ് ചെയ്യിച്ചിട്ട് ലോകത്തിന് കൊടുത്താൽ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. എനിക്ക് ഈ പ്രാണന്റെ തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിന് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്ത് തന്നെ ഒരുപാട് ഇത് തമ്മിൽ ക്ലബ് ചെയ്തുകൊണ്ട് കുറെ കാര്യം ചെയ്യാം. തീർച്ചയായിട്ടും. അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം, അടുത്തിടെ വന്ന ഒരു വാർത്ത ഓർക്കുകയാണ്. പ്രശസ്തനായിട്ടുള്ള ഒരു ഹോളിവുഡ് താരം, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അകാലത്തിൽ മരണപ്പെട്ടുപോയി. അദ്ദേഹം ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ, ഈ ഒരു ഡ്രീംസ് അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ പോലെയൊക്കെ ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഭാരതത്തിലെത്തി ഭാരതീയമായ രീതിയിൽ പിതൃകർമ്മങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ചെയ്തുവെന്നും അതിനുശേഷം അദ്ദേഹത്തിന് വളരെയധികം സമാധാനമുണ്ടായതായിട്ടുള്ള ഒരു വാർത്ത അങ്ങ് കേട്ട് കാണും. പേര് ഞാൻ പറയുന്നില്ല. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹോളിവുഡ് താരമാണ് വന്നിരിക്കുന്നത്. ഇവിടെയും നമ്മൾ അങ്ങ് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെയും പ്രസക്തമായിട്ടുള്ളത്. ഭാരതീയ മനഃശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം, ഇങ്ങനെയുള്ള ട്രോമകൾ അല്ലെങ്കിൽ അകാല മരണങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു രീതി, താന്ത്രികമായിട്ടൊരു കർമ്മം, നമ്മൾ വളരെ ചെറിയൊരു താന്ത്രിക കർമ്മമായിട്ടാണ് നമ്മൾ പിതൃകർമ്മം ചെയ്യുന്നത്. ഒരുപാട് അർത്ഥമുള്ള മന്ത്രങ്ങളാണെങ്കിൽ പോലും വളരെ ചെറിയ പരിമിതികളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ഒരുക്കുകയാണ് നമ്മൾ ആ ഒരു ഊർജത്തിനെ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാനും, ബലി എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ബലം വർദ്ധിപ്പിക്കുവാനുമായിട്ടുള്ള ഒരു ചെറിയ താന്ത്രിക കർമ്മം. അതുപോലും ഒരു വ്യക്തിക്ക്, അതും ഭാരതീയനല്ലാത്ത അഭാരതീയനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അത്രയധികം ആശ്വാസം നൽകിയെങ്കിൽ, അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു നമ്മുടെ ശാസ്ത്രം ഭാരതത്തിൻ്റെതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കൊണ്ടുവന്ന് ഇതിന് വലിയൊരു ഗവേഷണം, അങ്ങേപ്പോലെയുള്ള ഒരുപാട് പേരുടെ ഗവേഷണങ്ങൾ അതിലുണ്ടായി, അത് നമുക്ക് ലോകത്തിന് നൽകാൻ സാധിക്കുമെങ്കിൽ അത് ശരിക്കും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും. മനഃശാസ്ത്ര മേഖലയിലായിരുന്നാലും ഭാരതത്തിൻ്റെ ആത്മീയതയെ സംബന്ധിച്ചിട്ടായിരുന്നാലും അതിനോട് എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനും ഒരു കൗൺസിലറാണ്. അങ്ങേപോലെയുള്ള ഒരുപാട് അറിവുള്ള, പ്രത്യേകിച്ചും സൈക്കോളജിയിലെല്ലാം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിന് തീർച്ചയായിട്ടും നയിക്കാൻ പ്രാപ്തൻ തന്നെയാണ്. അതിനുവേണ്ടിയുള്ള അങ്ങയുടെ എല്ലാ ശ്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയധികം സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം.